എന്താണ് ഈ ആത്മാവിലെ ദാരിദ്ര്യം? അത് ഭൗതിക ദാരിദ്ര്യം പോലെയല്ല. പട്ടിണി, കഷ്ടപ്പാടുകൾ, അത് അനുഭവിച്ച മനുഷ്യർക്ക് അതിൻ്റെ ദുരിതങ്ങളുടെ കാഠിന്യം അറിയാം. അതിനെ മറികടക്കാൻ ശാസ്ത്രം ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ നമ്മുടെ ജീവിതം ഇന്ന് ഏറെ സുരക്ഷിതത്വമുള്ളതായി മാറി. ഒന്നുകൂടി പറഞ്ഞാൽ, പരമ്പരാഗതമായ ഒരു കൃഷി സങ്കല്പം അല്ല ഇന്ന് ലോകത്തുള്ളത്. ഉദാഹരണം, കോവിഡ് ബാധിതരായി ലോകം മുഴുവൻ ക്വാറന്റൈനിലേക്ക് പോയൊരു സമയം. പക്ഷെ ഭക്ഷ്യവസ്തുക്കൾ കുറഞ്ഞില്ല. അതിൻ്റെ കാരണം പരമ്പരാഗത കൃഷി രീതി അല്ല നമുക്കിന്ന് ഭക്ഷണം തരുന്ന വഴി. ജനറ്റിക് എഞ്ചിനീയറിംഗ് പോലെ ജനിതക ശാസ്ത്രം എന്നൊക്കെ കുട്ടികൾ പഠിക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂടെ വൻ ഉൽപാദനം നടത്താൻ കഴിയുന്ന വിത്തുക്കളുടെ ഗവേഷണം ശാസ്ത്രലോകം കണ്ടെത്തി. അത്തരം വിത്തുകൾ ഉൽപ്പാദിപ്പിച്ച് ധാന്യങ്ങൾ വിപണിയിൽ എത്തിക്കുന്ന ഒരു കമ്പനിയാണ് വാൾമാർട്ട്. ലോക സമ്പന്നരുടെ പട്ടികയിൽ വരും വാൾമാർട്ട്. ഈ വാൾമാർട്ട് പോലെയുള്ള കമ്പനികൾ ജനിതക ശാസ്ത്രത്തിൻ്റെ ചിന്ത അനുസരിച്ച് ധാരാളം ഭക്ഷ്യ ഉൽപ്പാദനങ്ങൾ, ഏറ്റവും ടേസ്റ്റിയായുള്ളത്, ഗുണപരമായുള്ളത് ഇന്ന് വിപണിയിലെത്തിക്കും. അതേസമയം പാലുൽപ്പന്നങ്ങളും ഇങ്ങനെ, പച്ചക്കറികൾ അങ്ങനെ, ഇനി മാംസം ഇതുപോലെ ഉൽപ്പാദിപ്പിക്കും. നിങ്ങളിൽ പലരും വിശ്വസിക്കില്ലായിരിക്കും, ഇസ്രയേലിലൊക്കെ കന്നുകാലിയെ കൊല്ലാതെ തന്നെ മാംസം എടുക്കുന്ന സംവിധാനമുണ്ട്. എങ്ങനെയാവുമെന്നായിരിക്കും അല്ലേ? പശു നിൽക്കുന്നു, കെട്ടി കുറേ എടുത്തേച്ച് അവിടെ എന്തെങ്കിലും വെച്ച് കെട്ടി പോയി തിന്നാൻ പറയുന്നു. അങ്ങനെയല്ല, ഒരു സെല്ല് കിട്ടിയാൽ മതി. പശുവിൻ്റെ ശരീരത്തിലെ ഒരു സെല്ല്, അല്പം ബ്ലഡ്, ആ സെല്ല് വികസിപ്പിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് അല്ലെങ്കിൽ മാംസം എന്തോ അത് കിട്ടും. അങ്ങനെയുള്ള ശാസ്ത്ര ഗവേഷണങ്ങൾ നടക്കും, വളർന്നു. അപ്പോൾ നമ്മളിന്ന് ആധുനികർ പറയും, ആധുനികരല്ല പഴയ മനുഷ്യർ കേട്ടാൽ പറയും പണ്ടായിരുന്നു നല്ലത്, ഇന്നെല്ലാം കൃത്രിമമാണ്, ഇന്നത്തെ ഭക്ഷണം വിശ്വസിക്കാൻ വയ്യ, പച്ചക്കറിയിൽ വിഷമുണ്ട്, പാലിൽ മായമുണ്ട്. ഇതൊന്നും കുട്ടികൾ കേട്ട് പാല് കുടിക്കാതിരിക്കുകയോ ആഹാരം കഴിക്കാതിരിക്കുകയോ ചെയ്യണ്ട. ഇന്നാണ് മനുഷ്യൻ്റെ പട്ടിണിയൊക്കെ മാറിയത് ഇതൊക്കെ വന്നപ്പോൾ. അപ്പോൾ ദാരിദ്ര്യം പരിഹരിക്കാൻ നമ്മുടെ മുമ്പിൽ വഴിയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ വോട്ട് ചെയ്ത് ഭരണാധികാരികളൊക്കെ ജയിപ്പിക്കുന്നത്. ഭക്ഷ്യസുരക്ഷ, അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങൾ, വീട്, പരിരക്ഷ ഒക്കെ തരികയാണ്. പട്ടിണി കിടക്കുന്നവന് ഭക്ഷണം വലിയ കാര്യമാണ്. ഭക്ഷണം കഴിക്കുന്ന ഒരുത്തന് അടുത്ത ആവശ്യം ഫുഡ്, ഷെൽട്ടറാണ് പിന്നെ വേണ്ടത്. നല്ലൊരു വീട്, നനയാതിരിക്കുക. നനയാതിരിക്കുന്നവൻ്റെ അടുത്ത ആവശ്യം കുറേ കൂടി സുസ്ഥിരതയുള്ള വീടാണ്. ആ സുസ്ഥിരതയുള്ള വീട് കിട്ടുന്നവന് ആവശ്യം അവിടെ ഒരു എയർ കണ്ടീഷനാണ്. ഇതൊന്നും പേടിക്കാനില്ല. ഇതൊക്കെ തരാൻ, വലിയ പറയാൻ പറഞ്ഞാണോ, ഇതൊക്കെ തരാൻ സർക്കാരുണ്ടെന്നാണ് പറഞ്ഞു. ചിലർ ഈ സുവിശേഷവും നടത്തുന്നത് ഇതൊക്കെ മേടിക്കാനാണ്. നമ്മളങ്ങനല്ല, IPC ഒന്നും അങ്ങനല്ല. ഇതൊക്കെ നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റും. അതിനൊരു വസ്തുത കൂടി പറയാം. ദൈവം പണ്ട് അബ്രഹാമിനെ അനുഗ്രഹിച്ചു. അന്നൊരു കാര്യം പറഞ്ഞിരുന്നു, നിന്നാൽ ഞാൻ ഭൂമിയിലെ സകല വംശങ്ങളെ അനുഗ്രഹിക്കും. യു വിൽ ബി എ മീഡിയ പ്ലസ് ഹോൾ നേഷൻസ്. മുഴുവൻ ആളുകളെ അനുഗ്രഹിക്കാൻ നീ ഒരു മാധ്യമമായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല അനുഗ്രഹങ്ങളുടെയും പിന്നിൽ ആ വാഗ്ദത്തത്തിൻ്റെ ശക്തി കിടപ്പുണ്ടോ? കാരണം എന്താ? അബ്രഹാമിൻ്റെ മക്കളിലൂടെയാണ് ലോകം ഇന്ന് കാണുന്ന അവസ്ഥയിലെത്തി.
സംശയണ്ട. ഉള്ളവർക്ക് വേണ്ടി അബ്രഹാമിൻ്റെ കുറേ മക്കളുടെ പേര് ഞാനങ്ങ് പറയാം. ആൽബർട്ട് ഐൻസ്റ്റീൻ, സിഗ്മണ്ട് ഫ്രോയിഡ്, മൈക്കൽ ഫാരഡേ, കാൾ മാർക്സ്, ബീഥോവൻ, ഞങ്ങളുടെയൊക്കെ സംഗീതമായിട്ട് ബന്ധപ്പെട്ട ബീഥോവൻ, മൊസാർട്ട്, ഇനി മുമ്പ് പറഞ്ഞ ഗ്രിഗർ മെൻഡൽ, ഇവിടെ മൈക്കൽ ഫാരഡേ ഞാൻ പറഞ്ഞല്ലോ, ഇനി ജെ തോംസൺ, ജെഫേഴ്സൺ, മാഡം ക്യൂറി, പിയറി ക്യൂറി, ഇതെല്ലാം അബ്രഹാമിൻ്റെ കൊച്ചുമക്കളാണ്. അവരാ ലോകത്തെ ഇന്ന് കാണുന്ന നിലയിലെത്തി. ഈ വെളിച്ചം കിട്ടത്തില്ല, സൗണ്ട് സിസ്റ്റം കിട്ടത്തില്ല, ആ മൊബൈൽ കിട്ടത്തില്ല, ഈ സിസ്റ്റം കിട്ടത്തില്ല. ഇതെല്ലാം വന്നെങ്ങനെ? അബ്രഹാമിലൂടെ. അബ്രഹാമിന് അന്ന് കൊടുത്ത അനുഗ്രഹത്തിൻ്റെ ബാക്കിയാ ലോകം മുഴുവൻ ആസ്വദിക്കുന്നത്. അതാ ദൈവം ഒരു വാഗ്ദത്തം തന്നാൽ എത്ര കാലം കഴിഞ്ഞാലും എൻ്റെ പവർ വലുതാണ്, എൻ്റെ വീര്യം കൂടിക്കൊണ്ടിരിക്കും. ആ അനുഗ്രഹം ഇനി നമ്മളിൽ അതിൻ്റെ ഒരു അളവ് കിട്ടാനല്ല കാത്തിരിക്കേണ്ട, നമുക്കും കിട്ടണം ഒരു വാഗ്ദത്തം. വാഗ്ദത്തം നമ്മളിലുണ്ടെങ്കിൽ ഡെപ്പോസിറ്റ് ഉള്ളതിനേക്കാൾ വലുതാ. തലമുറയ്ക്ക് ഇതിലും വലിയൊരു കാര്യമില്ല. അപ്പോൾ നമ്മളൊരു പാട്ട് പാടും, വാഗ്ദത്തം നമ്മുടെ നിക്ഷേപവും, അല്ലേ? ഹല്ലേലൂയ. അപ്പോൾ ഭൗതിക ദാരിദ്ര്യം മാറ്റാൻ പ്രത്യയശാസ്ത്രങ്ങളുണ്ട്, രാഷ്ട്രീയ കക്ഷികളുണ്ട്, ക്ഷീണം മാറ്റാൻ മരുന്നുകളുണ്ട്, രോഗം മാറ്റാൻ മെഡിക്കൽ കോളേജുകളുണ്ട്, ഗവേഷണശാലകളുണ്ട്. പക്ഷെ ആത്മാവിലെ ദാരിദ്ര്യം മാറ്റാൻ ദൈവമൊഴികെ ഒരു ശക്തിക്കും കഴിയില്ല, ഒരാൾക്കും കഴിയില്ല, ആർക്കും സാധിക്കില്ല. ആത്മാവിലെ ദാരിദ്ര്യമുള്ള അല്ലെങ്കിൽ അത്തരം ചില അവസ്ഥാവിശേഷങ്ങളിലൂടെ പോകുന്ന മനുഷ്യര് സത്യാന്വേഷണത്തിൻ്റെ വഴികളിലേക്ക് തിരിഞ്ഞ് തീർത്ഥാടകരാകും. ആ തീർത്ഥാടന പാതയിലൂടെ ത്യാഗം സഹിച്ച് സഹിച്ച് ചെല്ലുന്നൊരു ഭക്തൻ തീർത്ഥാടനത്തിൻ്റെ ഒടുവിലൊരു ബോർഡ് കാണും. അവിടെ സംസ്കൃതത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇപ്പോൾ മലയാളത്തിലും ഉണ്ട്. തത്വമസി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം യു ആർ ഗോഡ്, നീയാണ് ദൈവം. അതിലെ തീർത്ഥാടകൻ അവസാനം കേൾക്കുന്ന ശബ്ദമാണ് നീയാണ് ദൈവം. നിന്നിലൊരു ദൈവമുണ്ട്, നീ ആ ദൈവത്തെ ശക്തിപ്പെടുത്തുമ്പോൾ നീ ദൈവമാണ്. ഇതാണ് ഒരിക്കൽ രാമകൃഷ്ണ പരമഹംസനോട് ചോദിച്ചു, അപരനെ എങ്ങനെ കാണണം? അപരനൊന്നും ഇല്ല, ഞാൻ തന്നെയാണ് അപരൻ, മറ്റൊരാളില്ല. അപ്പം മറ്റൊരാളില്ല, ഞാൻ തന്നെയാണ് അവൻ എന്ന് കാണണം. ഈശ്വരൻ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. അതാണ് ഈ തത്വമസി, അല്ലെ അഹംബ്രഹ്മാസ്മി. ഇതാണ് ക്രിസ്ത്യ ചിന്ത. നേരെ വിപരീതമാണ്. ക്രിസ്ത്യ ചിന്ത നമ്മളൊരിക്കലും ദൈവം ആകില്ല. ദൈവത്തെ അറിയുന്നതിനനുസരിച്ച് നിങ്ങൾ വളരുകയല്ല, ശിശുവായി താഴേക്ക് വരും. നിങ്ങളുടെ സ്വയം ത്യജിക്കലാണ് ദൈവത്തെക്കുറിച്ചുള്ള അറിവ്. ഞാനെന്ന മനുഷ്യൻ്റെ സ്വയം ത്യജിച്ച് അങ്ങ് വളരേണം, ഞാൻ കുറയണം എന്ന എളിമത്തത്തിൻ്റെ ആഴങ്ങളിലേക്കുള്ള സഞ്ചാരമാണ് ആ ക്രിസ്ത്യത്തെ. അപ്പോൾ ആത്മാവിലെ ആ ദാരിദ്ര്യത്തെപ്പറ്റി ഞാൻ 2 കാര്യങ്ങൾ, സന്തോഷമാണോ? കേൾക്കുന്നുണ്ട് എന്ന് കരുതുന്നു. എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ ശാന്തമായി പറയുന്നതിലൊരു ഈ പരിസ്ഥിതിയൊക്കെ പരിഗണിച്ചാണ്, പല ഘടകങ്ങൾ പരിഗണിച്ചാണ് നമ്മൾ ഈ ഒരു പ്രസംഗത്തിൻ്റെ രീതി. സൗണ്ട് സിസ്റ്റം മോശമായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ക്ലാസ് എടുക്കുക പതി. മോൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? അല്ലോ, പോയി മൈക്ക് കൊള്ളുകയില്ല, പിന്നെ അങ്ങ് ക്ലാസ് എടുക്കും. കാരണം ഡ്രൈവർ, സൗണ്ട് സിസ്റ്റംകാരൻ, സെക്രട്ടറി, പാസ്റ്ററായി മാറിയാൽ ഈ 3 പേരെ തിരുത്താൻ പറ്റിയല്ല. മനസ്സിലായില്ലേ? സെക്രട്ടറി അച്ഛൻ പതുക്കെ കാലങ്ങൾ കൊണ്ടുള്ള അനുഭവം കൊണ്ട് പാസ്റ്ററായി പോയാൽ അദ്ദേഹത്തെയും സൗണ്ട് കൈകാര്യം ചെയ്യുന്ന ഓപ്പറേറ്ററെയും ഡ്രൈവ് ചെയ്യുന്ന മനുഷ്യനെയും നിങ്ങൾ തിരുത്താൻ നോക്കിയാൽ നടക്കത്തില്ല. അപ്പുറം ഞാനേ 18-ാം വയസ്സിൽ ഈ കവലയിൽ ഇറങ്ങി വളയം പിടിക്കാൻ തുടങ്ങിയ സിസ്റ്റമൊക്കെ മാറി. ഈ വിരളെ തിരിക്കുക സാധനം. അറിയാൻ വയ്യാത്തതിൻ്റെ ഡിജിറ്റൽ സിസ്റ്റം കിട്ടിക്കഴിഞ്ഞാൽ പ്രസംഗിക്കാനും പാടാനും പ്രയാസമാണ്. പഴയതാണ് നല്ലത്, മാനുവൽ. അതും വെച്ച് ഇങ്ങനെ
കുത്തി കുത്തി ഇരിക്കുകയാണ്, ലാപ്ടോപ്പും വെച്ച്, അറിയത്തില്ലേ, ടാബും ഒക്കെ വെച്ച് ചെയ്യും. കാവാലമൊക്കെ ആണെങ്കിൽ വല്ല വഴക്കുണ്ടാക്കി, ഞാനൊന്നും ചെയ്യല്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുക, ഒരു ക്ലാസ് എടുക്കുന്ന പോലെ അങ്ങ് സംസാരിക്കും. ഇതേപോലെയാണ് വർഷങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള സെക്രട്ടറി സുപ്രഭാതത്തിൽ പാസ്സായി കഴിഞ്ഞാൽ ഇതേ കാര്യം പറയും, തിരുത്തുകയല്ല. ഇവിടെ ആരും അങ്ങനെയൊന്നല്ല. ഇവിടെ ശാന്തമായിട്ട് ചില കാര്യങ്ങൾ പറയുക, വിരോധമില്ല. നമുക്കതിലേക്കൊന്ന് വരാം. നമ്മൾ വായിച്ചത് വിശുദ്ധ മത്തായിൽ 4 സുവിശേഷങ്ങൾ വിശുദ്ധ തിരുവെഴുത്തിലുണ്ട്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. അതിൽ 3 സുവിശേഷങ്ങൾക്ക് ഒരേ സ്വഭാവമാണ്, ഏകദേശം ഒരേ സ്വഭാവം. എന്നാൽ ചെറിയ ചില അവതരണ ശൈലിയിൽ വ്യത്യാസമുണ്ട്. ഈ 3 സുവിശേഷത്തോടും ഒട്ടി നിൽക്കാത്തൊരു ശൈലിയാണ് യോഹന്നാന്റെ സുവിശേഷം. 3 സുവിശേഷങ്ങൾക്ക് പൊതുവായുള്ള ചില സമാനതകളുള്ളപ്പോൾ തന്നെ ശക്തിയായ ചില വ്യത്യസ്തതകൾ, വ്യതിരിക്തതകൾ 3 സുവിശേഷത്തിനുമുണ്ട്. അതിൽ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ മത്തായി എന്ന മനുഷ്യൻ അത്യധികം വ്യത്യസ്തനാണ്. കാരണം പറയാം, അദ്ദേഹത്തിൻ്റെ ജോലി ചുങ്കക്കാരനാണ്, ടാക്സ് കളക്ട് ചെയ്യുക. ഈ ചുങ്കക്കാരൻ്റെ ജോലി സമൂഹം വെറുത്തിരുന്നു അന്ന്. അതിനാ പാവിയും ചുങ്കക്കാരനും എന്നൊക്കെയുള്ള പ്രയോഗം വരും. ചുങ്കക്കാരനെ വെറുക്കാൻ കാരണം അവൻ യഹൂദനാണ്, പക്ഷേ അവൻ അന്നത്തെ സാമ്രാജ്യമായ റോമിന് വേണ്ടി കരം പിരിച്ച് റോമിന് കൊടുക്കുക. ആ കൊട്ടേഷൻ എടുത്തിട്ട് നല്ലൊരു ഭാഗം സ്വന്തം കീശയിലാക്കി ജനങ്ങളെ പിഴിഞ്ഞ് നികുതി വാങ്ങുന്ന ആളുകളായിരുന്നു കരം പിരിയുകാർ എന്നതുകൊണ്ട് ജനം അവരെ വെറുത്തു. എന്നാൽ അയാൾ ഒരിക്കൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചതോടെ രീതി മാറി. സക്കായി എങ്ങനെ, മത്തായി എങ്ങനെ, അവരുടെ രീതി മാറി, ശൈലി മാറി, അവസ്ഥകൾ മാറി. അവർ പാടെ ഒരു പരിവർത്തനത്തിന് വിധേയമായി വരുമ്പോൾ അവർക്കറിയാവുന്നൊരു ജോലി എന്താ? കണക്കാണ്, കണക്ക് കൂട്ടലാണ്, പിരിവെടുക്കലാണ്. അതിനെ കൃത്യമായി എങ്ങോട്ടൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്ന അറിവുണ്ട്. പക്ഷേ ന്യായമായി യേശുവിൻ്റെ ശിഷ്യഗണങ്ങളുടെ കൂടെ ട്രഷറാർ ജോലി ചെയ്യേണ്ട ആളാണ് മത്തായി. കർത്താവ് ആ ജോലി ഏൽപ്പിച്ചോ? കർത്താവ് ഏൽപ്പിച്ച ജോലി ഈ സുവിശേഷം എഴുതാനാണ്. അതാകട്ടെ കൊമേഴ്സ് പഠിച്ചവർക്ക് സാഹിത്യം വഴങ്ങാൻ വലിയ പ്രയാസമാണ്. കൊമേഴ്സ് പഠിച്ചവർ നല്ല ബുദ്ധിമാന്മാരാണ്, അവർക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകാം, ബാങ്കിൽ ജോലി കിട്ടും, മാനേജരാകാം, നല്ല പരിപാടിയല്ലേ. സാഹിത്യം വഴങ്ങി വരാൻ പാടാം. മത്തായിക്ക് കൊടുത്ത പണി സാഹിത്യം എഴുതാൻ. ഇങ്ങനെ ആ ദൈവം നമ്മളെല്ലാം ഓരോ ജോലി ഏൽപ്പിച്ച് അറിയാത്തൊരു പണി, മനസ്സിലായില്ലേ? അതിൻ്റെ പേരാണ് കൃപ. അപ്പോൾ കൃപയാലാണ് നമ്മളെല്ലാം ഇന്ന് ഇതെല്ലാം ചെയ്യുന്നത്. പാടുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ശുശ്രൂഷ ചെയ്യുമ്പോഴും ലീഡ് ചെയ്യുമ്പോഴും അധ്യക്ഷനാകുമ്പോഴും ഒക്കെ നമുക്ക് തോന്നണം എന്നല്ല, യാഥാർത്ഥ്യം അതാണ്. എൻ്റെ കഴിവ് ഇതിലല്ല, എൻ്റെ മേഖല ഇതല്ല. എനിക്ക് പറ്റാത്തൊരു ജോലി തന്നപ്പോൾ പ്രാപ്തരെക്കാൾ കൃത്യമായി അത് ചെയ്തെടുക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് കർത്താവിൻ്റെ കൃപയാണ്. ആ കൃപയിൽ അധിഷ്ഠിതമായ ഒരു സുവിശേഷ രചനാശൈലി നിങ്ങൾക്ക് മത്തായിൽ കാണാം. അപ്പോൾ അതുകൊണ്ട് മത്തായി തൻ്റെ സുവിശേഷത്തിൽ ഒരു സൂക്ഷ്മത പുലർത്തി, മറ്റുള്ളവരെ സൂക്ഷ്മത, കൃത്യത. അതാ കണക്ക് കൃത്യം അല്ലെങ്കിൽ സംഗതി ആകപ്പാടെ മാറും. അതുകൊണ്ടാണ് നമ്മൾ യോഗമൊക്കെ കഴിയുമ്പോൾ വരവ് ചെലവ് കണക്കൊക്കെ ചോദിക്കും. ചില ആൾ പറയും എനിക്ക് പ്രഷറുള്ളതാ, ഒത്തിരി എന്നോട് ചോദിക്കരുത്. മനസ്സിലായില്ലേ? ഇതെല്ലാം കൂടെ ഞാൻ കൊണ്ടുപോയി തിന്നല്ല, മനസ്സിലായില്ലേ? അവിടുത്തെ ആൻറ്റി പറയും ഞങ്ങളുടെ അച്ഛനെ ഇട്ട് വിഷമിപ്പിച്ചു. ആ പബ്ലിക്ക് പൈസ തന്നാൽ ഒരു കണക്ക് ചോദിച്ചുകൊണ്ടിരിക്കും. അത് കുറ്റമല്ല, അത് മത്തായിക്കറിയാൻ ചോദ്യം വരുന്നുണ്ട്. കൃത്യമാണ്, കൃത്യമായിരിക്കണം, തെറ്റേണ്ട കാര്യമില്ലല്ലോ. അത് കൃത്യം ചെയ്യാമല്ലോ അല്ലേ? ആ പ്രാപ്തിയിൽ ആ ഉത്തരവാദിത്തത്തിന് പോകാൻ പാടില്ല. അങ്ങനെ അത് കട്ടിപ്പണിയാണ്. അതിലും കട്ടിയാണ് സാഹിത്യം എഴുതുക. വഴങ്ങത്തില്ല, പ്രയാസമുള്ള കാര്യമാണ്. മത്തായി സൂക്ഷ്മത പുലർത്തി എഴുത്തിൽ.
മാർക്കോസ് അദ്ദേഹം ഒരു സമ്പന്ന കുടുംബത്തിൽ പെട്ട ആളാണ്. സമ്പന്ന കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാളിക മുറിയൊക്കെ ഉണ്ടല്ലോ, അല്ല സ്വന്തം ഉള്ള ആളാണ്. 120 പേരൊക്കെ വന്നാൽ ഫുഡ് കൊടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. എത്ര സമയം തവണ വന്നാൽ നമ്മളൊരു 12 പേർക്ക് കൊടുത്തു വയ്ക്കേ അല്ലേ? ഗ്യാസാ 120 പേരൊക്കെ പലതവണ 50 ദിവസം അടുപ്പിച്ചൊരു വീട്ടിൽ പാർത്തിട്ടും ഫുഡ് കൊടുക്കാനുണ്ട്. നമ്മളറിയുന്ന ഗെത്സമന തോട്ടം ഉണ്ടല്ലോ, യേശു പ്രാർത്ഥിച്ച, അതൊക്കെ ഇദ്ദേഹത്തിൻ്റെയാണ്. പോലെ വിശാലമായി കിടക്കുക, സ്ഥലമുണ്ട്, പത്തുണ്ട്. മാർക്കോസ് യേശുവിനെ അവതരിപ്പിച്ചത് ഒരു ദാസനായിട്ട്. ദാസൻ. മാർക്കോസ് എപ്പോഴും യേശുവിൻ്റെ ദാസനാകാൻ ഇഷ്ടപ്പെട്ടു. അപ്പോൾ സമ്പന്നനായ അദ്ദേഹം ലീഡറാകേണ്ടതാ, പക്ഷേ ദാസ്യവൃത്തിയാണ് യേശുവിലൂടെ കണ്ടത്. അതാ ശരിക്കുള്ള ദർശനം. നമ്മൾ ആരാണോ അതിന് വിപരീത ദിശയിലേക്കാണ് യേശു നമ്മളെ നയിക്കുന്നത്. അതൊരു വലിപ്പമാണ് ഹൃദയത്തിൻ്റെ, അതൊരു ഹൃദയത്തിൻ്റെ ശുദ്ധിയാണ്. സമ്പന്നനായ എനിക്ക്, ഇത്രയേറെ ആളുകളെ സന്ധിക്കാൻ കഴിഞ്ഞ എനിക്ക് അവകാശപ്പെട്ടതാണ് അധികാരമെന്ന് ചിന്തിക്കാതെ യേശുവിൽ ഒരു ദാസനെ കണ്ടെത്തുക. മത്തായി എന്ന മനുഷ്യൻ യേശുവിൽ ഒരു രാജാവിനെ കണ്ടെത്തുക. ലൂക്കോസ് എന്ന മനുഷ്യൻ യേശുവിൽ ഒരു മനുഷ്യനെ കണ്ടെത്തുക. യോഹന്നാൻ യേശുവിൽ ദൈവത്തെ കണ്ടെത്തുക. ഇതിനാണ് 4 സുവിശേഷങ്ങൾ. അതിലൊന്നാം സുവിശേഷത്തിലേക്ക് വന്ന് യേശുവിനെ രാജാവായി ചിത്രീകരിക്കുമ്പോൾ രാജാവെന്ന് പറയുന്നിടത്ത് രാജ്യം എന്ന പദത്തിന് അർത്ഥമുണ്ട്. രാജാവും രാജ്യവും കൂടെ ചേരുമ്പോൾ അത് ഒരു ഭരണക്രമമാകും, ഒരു അഡ്മിനിസ്ട്രേഷൻ ആകും. ആ ഭരണക്രമത്തെ നമ്മുടെ മുമ്പിലേക്ക് തരുമ്പോൾ അതിൻ്റെ പേരിട്ടു ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം. അപ്പോൾ ഒരു ഭരണവ്യവസ്ഥിതി ഇല്ല എങ്കിൽ ഒരു സമൂഹം ഡിസോർഡർ ആകും. നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അവകൾക്കൊക്കെ ലീഡർഷിപ്പിന് എടുക്കണമെങ്കിൽ അതിന് ഇലക്ഷൻ വേണം. ഇലക്ഷനിൽ തെറ്റായ പ്രവണതകൾ ആളുകൾ കാണിക്കുന്നത് ഒരു തെറ്റാണ്, പോകട്ടെ. പക്ഷേ ഇലക്ഷനിൽ തെറ്റായ പ്രവണത ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളൊക്കെ വിമർശിക്കുന്ന ആളുകൾ ഒരു വ്യാജരേഖ ചമച്ച് രജിസ്ട്രാർക്ക് കൊടുക്കുക, ഞങ്ങൾ ഇലക്ഷൻ നടത്തി. ഞാനും എൻ്റെ മോനും എൻ്റെ ഭാര്യയും കൂടെ കൂടി ഈ വർഷം വീണ്ടും അവിടെ തന്നെ ഇരിക്കുക. ഇത് രണ്ടും തത്വത്തിൽ ശരിയാ, മനസ്സിലായില്ലേ? ഞങ്ങളിതൊക്കെ നടത്തി, പിന്നെ ഇതെങ്ങനെ നിലനിൽക്കുന്നല്ലേ? അപ്പോൾ തെറ്റായ പ്രവണതകളെ ചെറുക്കാൻ, ഇവിടെ പ്രശ്നമൊന്നുമില്ലെന്ന് കാണിക്കാൻ നമ്മളെന്ത് ചെയ്യുന്ന, മറുവശത്തും കാണിക്കുന്ന വേറൊരു തെറ്റാണ്. രേഖകളില്ല പണി. നിങ്ങൾ 10,000 പേര് എൻ്റെ കൂടെ കാണും, ഞാനും ഭാര്യയും മോനും ആയിരിക്കും കാര്യത്തോടെ എടുക്കുമ്പോൾ. ഞാൻ എൻ്റെ പ്രസിഡന്റ്, സ്വാഭാവികമായിട്ട് ഭാര്യ എൻ്റെ ട്രഷറർ, അങ്ങനെ കണ്ടുവരുന്ന രീതിയല്ല. നിങ്ങൾക്കത് അറിയില്ലെന്നേ ഉള്ളൂ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇതെല്ലാം കുറവുണ്ടെങ്കിലും ഒരു അഡ്മിനിസ്ട്രേഷൻ വേണം, വേണ്ടേ? എനിക്ക് പ്രസിഡന്റ് വേണ്ടേ? ഇല്ല, പ്രസിഡന്റ് വേണം, സെക്രട്ടറി വേണം, ട്രഷറർ വേണം. കർത്താവിൻ്റെ കൂടെ ഇതൊക്കെ ഉണ്ടായിരുന്നെന്നാണ്. ഫിലിപ്പോസ് ആയിരുന്നു സെക്രട്ടറി. അതുകൊണ്ട് അദ്ദേഹം വിളിച്ച് വന്നിട്ട് പറയുന്നേ, ഇവിടെ ഒരു ബാലനുണ്ട്, ഇതൊക്കെ പറയുന്നേ. ഇവിടെ ഒരു ബാലനുണ്ട്, ആ പറയുന്നത് നമ്മുടെ അന്ത്രയോസാ. 200 നാണയമുണ്ടെന്ന് പറഞ്ഞത് ആരാ? ഫിലിപ്പോസാ, സെക്രട്ടറി അതാണ്. അപ്പോലെ ഞാനതിനൊരു ഉദാഹരണം പറയാം. നമ്മളൊക്കെ വോട്ട് ചെയ്തു, അടുത്ത റിട്ട് വരും. ചില ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ പറയും ആര് ജയിച്ചപ്പോൾ നമുക്കെന്താ, ഇതിനകത്തൊന്നും കാര്യമില്ല. ഈ ആളായിരിക്കും ആദ്യം വോട്ട് ചെയ്യാൻ പോകുന്നത്. പരാജയ ഭീതി ഉണ്ടായി പറയുന്നത്, മനസ്സിലായില്ലേ? ആര് ജയിച്ചാൽ നമുക്കെന്താ, ഇത് ഒരു ജാമ്യം എടുക്കുന്ന അതൊക്കെ പൊക്കാ രാഷ്ട്രീയമുണ്ട്. ആദ്യം പോയി ക്യൂ നിൽക്കും, എല്ലാം ചെയ്തേച്ച് വരും. ഞാൻ ഈ മാധ്യമ പ്രവർത്തനത്തിലായിരുന്നുകൊണ്ട് 2-3 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ രാഷ്ട്രീയം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, ആരുടെയും കണ്ടുപിടിക്കാൻ. അപ്പോൾ പറഞ്ഞു വന്നത് തെറ്റാന്നല്ല പറഞ്ഞത്, അതിനൊരു മറുവശം പറയാം. നമുക്കൊരു മുഖ്യമന്ത്രി ഇല്ല, നമുക്ക് ഒരു പ്രധാനമന്ത്രി ഇല്ല, ഇവിടെ പോലീസ് സ്റ്റേഷനും ഇല്ല, പഞ്ചായത്ത് മെമ്പറും ഇല്ല, പ്രസിഡൻറ്റും ഇല്ലെന്ന് വിചാരിക്കുക. നാട് ഭരിക്കുന്നത് ഗുണ്ടകളായിരിക്കും. യോഗം കഴിഞ്ഞങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല, മനസ്സിലായോ? അപ്പോൾ ഭരണം വേണ്ടേ, രാഷ്ട്രീയം വേണ്ടേ, അഡ്മിനിസ്ട്രേഷൻ വേണ്ടേ? വേണോ? ഗുണ്ടകൾ ഭരിക്കാതിരിക്കാൻ ദൈവമാക്കിയത് ഇവരെയൊക്കെ. നമ്മുടെ അഭിപ്രായം ചോദിക്കുന്നതിൻ്റെ വരെ വോട്ട്. ഇവരെ 2 പേരെ വെച്ചിട്ട് ദൈവം നമ്മളോട് ചോദിക്കുക, ഇയാളെ വേണോ ഇയാളെ വേണോ, എടുത്തു. അപ്പോൾ ദൈവമാണ് ഭരണാധികാരിയാക്കുന്നത്, അല്ലേ? അങ്ങനല്ലേ വചനം എഴുതിയിരിക്കുന്നത്? അത്യുന്നതൻ തനിക്ക്
ഇഷ്ടമുള്ളവർക്ക് രാജ്യത്വം കൊടുക്കുന്നു. അങ്ങനെ അതിൽ നമ്മുടെ ചോയ്സ് കൂടെ എടുക്കും, നമ്മുടെ അഭിപ്രായങ്ങൾ എടുക്കും. ഇതിനെ ഇത്രയും പറഞ്ഞറിയട്ടെ. ലോകത്തിന്നോളമുള്ള ഭരണവ്യവസ്ഥിതികളെ മുഴുവൻ അതിൻ്റെ ആകത്തുകയിലെടുത്താൽ അതിലെല്ലാം ഒരു അനീതിയുടെ സാന്നിധ്യം നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കും. അനീതിയുടെ ആ സാന്നിധ്യം ദർശിക്കുന്നവൻ അവൻ്റെ സ്വപ്നം പോലെ, കാഴ്ചപ്പാട് പോലെ, അവൻ്റെ ഇഷ്ടം പോലെ ഒരു ഭരണകൂട സംവിധാനം റെഡിയാകാതെ വരുമ്പോൾ അവൻ അനുഭവിക്കുന്ന ഒരു നിരാശ്രയ ബോധമുണ്ട്. അതാണ് ആത്മാവിലെ ദാരിദ്ര്യം. മനസ്സിലായില്ലേ? മൊത്തത്തിലാ ഞാൻ ചർച്ചിലേക്ക് വരുന്നു, ചർച്ചിൽ നിന്ന് എനിക്ക് കിട്ടേണ്ട ചില ഘടകങ്ങളുണ്ട്, കിട്ടുന്നില്ല. ഞാൻ രാഷ്ട്രത്തിൻ്റെ പൗരനാണ്, എനിക്ക് ലഭിക്കേണ്ട ചില പരിഗണനകളുണ്ട്, കിട്ടുന്നില്ല. ഞാൻ വീട്ടിൽ ഒരംഗമാണ്, എനിക്ക് അവിടുന്ന് കിട്ടേണ്ട എൻ്റെ പ്രതീക്ഷ പോലെ ചിലത് കിട്ടുന്നില്ല, സമൂഹത്തിൽ നിന്ന് എനിക്ക് കിട്ടുന്നില്ല. ഈ ദാരിദ്ര്യത്തെ പരിഹരിക്കാൻ എന്താണ് വഴിയെന്നുള്ള ചോദ്യമാണ് മനുഷ്യരാശി എക്കാലത്തും ഉയർത്തിയത്. ഈ ചോദ്യം വന്നു, അതിൻ്റെ മുമ്പിൽ വ്യത്യസ്ത പരീക്ഷണങ്ങൾ വന്നു, പലതരം ഭരണകൂടങ്ങൾ വന്നു, മാറി മാറി പല സിസ്റ്റങ്ങൾ വന്നു. ഇതിൻ്റെ നടുവിൽ കലുഷിതമായി കിടക്കുന്നൊരു ലോകത്ത് മനുഷ്യൻ സ്വന്തം വഴികളിലൂടെ തിരഞ്ഞ് അതിനെ നേരിടുവാൻ, ഈ പ്രവണതകളെ നേരിടാൻ പലതരം പദ്ധതികൾ ചെയ്തു. ഞാനതിലേക്ക് ചില മിനിറ്റുകളൊന്ന് വരാം. ശ്രദ്ധിച്ചു. നമ്മുടെ ഇന്ത്യ എന്ന് പേര് ചൊല്ലി വിളിക്കാവുന്ന ഒരു ഭൂപടമൊന്നും പണ്ടുണ്ടായില്ല. ഈ കാണുന്നൊരു രാഷ്ട്രവും ഈ അതിരുകളൊന്നും ഇല്ലാത്തൊരു കാലം. ഇന്ത്യ എന്നൊരു പേര് വന്നത് തന്നെ നമ്മൾ ഇന്ത്യ എന്ന് വിളിച്ചത് ഹെറോഡോട്ടസ് ആണ്. സിന്ധു നദിയുടെ ഇങ്ങേക്കരയിൽ മറുകരയിൽ പാർക്കുന്ന ആളുകളെന്ന അർത്ഥത്തിൽ പേർഷ്യൻ ഭാഷയിൽ സാ അക്ഷരമില്ല. ആ പദത്തിന് പകരം ഉപയോഗിച്ച ഹ എന്ന പദം കൊണ്ട് ഹിന്ദു എന്ന പദത്തിന് പകരം ഹിന്ദുസ്ഥാൻ എന്ന പദം ഇട്ടുകൊണ്ട് ഈ കിടക്കുന്ന മേഖലകളെ മുഴുവൻ ചേർത്ത്, നമ്മളിപ്പോൾ വടക്കെന്ന് പറയല്ല, മലബാർ എന്നൊക്കെ പറയുന്നു. ആക്ച്വലി മലബാർ എന്നൊരു സ്ഥലമൊന്നുമില്ല, അങ്ങോട്ടൊരു ബസ്സും ഇല്ല, പണ്ടിട്ട പേരാണ്. പണ്ടൊരു ഏരിയയ്ക്ക് പറഞ്ഞു വന്ന പേരാണ് മലബാർ. ഇതുപോലെ വിദേശികളൊരു സ്ഥലത്തിന് പറഞ്ഞു വന്ന പേരാണ് എന്താ ഇന്ത്യ. ഇനി മറ്റൊന്നുകൂടി കേൾക്കുക. നമ്മളിപ്പോൾ ഇടുന്നുണ്ട് പറയല്ലേ മിഡിൽ ഈസ്റ്റ്. മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ എവിടെ? നമ്മുടെ മധ്യ പൂർവ്വദേശ അറബി രാജ്യം. എവിടെ നിന്നാണ് ഇയാൾ ഈ കണക്കെടുത്തതെന്ന് അറിയണ്ടേ? ഈ കണക്കെടുത്ത് അമേരിക്കക്കാരൻ അവിടെ ഇരുന്നുകൊണ്ട് ബ്രിട്ടനൊക്കെ ഇങ്ങോട്ടിട്ട് അവരവിടെ നോക്കിയിട്ടാ ഇത് കിഴക്കാണ്, ഇത് പടിഞ്ഞാറാണെന്നൊക്കെയുള്ള, അത് പടിഞ്ഞാറാണെന്നും നമ്മൾ വെസ്റ്റേൺ കൺട്രീസ് എന്ന് പറയുന്നത് എങ്ങനെ? അവൻ്റെ മാനസികാവസ്ഥയ്ക്ക് അത് വെസ്റ്റാണ്, ഇത് ഈസ്റ്റാണ്. മനസ്സിലായില്ലേ? ബ്രിട്ടീഷുകാർ അന്ന് ചിന്തിച്ചപ്പോൾ അത് വെസ്റ്റും ഈസ്റ്റുമാണ്. ഇതൊന്നും കൃത്യമല്ലെന്നായി പറഞ്ഞു. ഞാൻ നിൽക്കുന്ന സ്ഥലം ഇത് വടക്കാന്ന് ചിന്തിക്കുക, നിങ്ങൾ അവിടെ നിന്ന് അത് തെക്കുവാന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ആ കളി മാറി. നേരെ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടായി, ഞാനും അങ്ങോട്ട് നോക്കി നിൽക്കുക, നമ്മളെല്ലാം തെക്കായി. നിങ്ങൾ എൻ്റെ പുറകെ വന്ന് അങ്ങോട്ട്, നിങ്ങളാ ഇരിക്കുന്ന ഇരിപ്പിൽ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കളി അങ്ങ് മാറി. ഇതൊക്കെ ആപേക്ഷികമാണ്. അങ്ങനെയുള്ള കാലത്ത് രാജ്യം വ്യത്യസ്ത തരം ഭരണാധികാരികളാൽ നിയന്ത്രിക്കപ്പെട്ടു. പല വിദേശികൾ ഇന്ത്യയിലേക്ക് വന്നു. പോർച്ചുഗീസുകാരാണ് ആദ്യം വരുന്നത്. നമുക്കറിവുള്ളൊരു കാലത്ത് പോർച്ചുഗീസുകാർ വന്നു, ഡച്ചുകാർ വന്നു, അതിനുശേഷം ബ്രിട്ടീഷുകാർ വന്നു. ഇതിൽ അവസാനം പോയത് ആരാന്നറിയാം? അവസാനം വന്നവർ ആദ്യം പോയി, ബ്രിട്ടീഷുകാർ. ആദ്യം വന്നവർ അവസാനവും പോയി. മനസ്സിലായില്ല? ആദ്യം വന്ന പോർച്ചുഗീസുകാർ അവസാനം പോയി. 1961 അവർ പാടെ പോകുന്നത്. എന്നാൽ നമ്മൾ ഈ ഗോവയൊക്കെ പിടിച്ച് ഇങ്ങോട്ട് ചേർക്കുന്നത് ഫ്രഞ്ച് കോളനികളായിരുന്നു. അതെല്ലാം പിടിച്ച് നമ്മൾ പതുക്കെ ഇങ്ങോട്ട് ചേർത്തു. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നതെല്ലാം പിടിച്ചെടുത്ത് ഇവിടെ ഭാഗമാക്കി. അപ്പോൾ പറഞ്ഞത് വ്യത്യസ്ത ആളുകൾ ഇന്ത്യ, ആ കൂടി ഇന്ത്യക്കാരായ കുറേ മനുഷ്യരും വരും. അതൊക്കെ നാട്ടുരാജാക്കന്മാരാണ്. 600-ൽ പരം പേരുണ്ടായിരുന്നു. 600-ൽ പരം രാജാക്കന്മാർ വരും. ഇത് നമ്മൾ കേൾക്കുന്ന കഥകളിൽ, വായിക്കുന്ന പുസ്തകങ്ങളിൽ ഇവരെ പറ്റിയുണ്ട്. നിങ്ങൾ ആ പഠിച്ചതൊക്കെ ഇവരുടെ ഉദാരതയാണ്. ഔദാര്യമനസ്കരായ രാജാക്കന്മാരാണ്. പക്ഷെ ഇവരാരും മനുഷ്യൻ്റെ അവകാശങ്ങൾ പാലിച്ചു കൊടുക്കുകയല്ല ചെയ്തേ, ഔദാര്യം. മനസ്സിലായില്ലേ? 47 ശേഷം നമ്മൾ കാത്തിരിക്കുന്ന ഔദാര്യത്തിനല്ല, അവകാശത്തിനാണ്. കാരണം എന്താ? ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ നിങ്ങൾ പൗരനായി, പണ്ട് നിങ്ങൾ പ്രജയാണ്. പ്രജയായിരുന്നത് കൊണ്ട് നിങ്ങൾക്ക് രാജാവിനെ വിമർശിച്ചുകൂടാ, ഗജത്തിനെ വിമർശിച്ചുകൂടാ,
ഭരണരീതിയെ വിമർശിച്ചുകൂടാ, തല പോകും. ഇന്ന് നിങ്ങൾക്ക് ഭരണാധികാരിയെ വിമർശിക്കാം, തെറ്റുകൾക്കെതിരെ വിരൽ ചൂണ്ടാം, മാധ്യമപ്രവർത്തനം നടത്താം. നിങ്ങൾ ആരായി? പൗരനായി. പൗരന്റെ അവകാശം പ്രജയ്ക്കില്ല. പ്രജയ്ക്ക് വോട്ടവകാശമില്ല. പ്രജ നികുതി കൊടുക്കണം. പ്രജ രാജാവിന് വേണ്ടി നിൽക്കണം. രാജാവിനെ പൊന്നു തമ്പുരാനെന്ന് വിളിക്കണം. രാജാവിനെ രാജകീയ പദവിയോടെ ബഹുമാനിക്കണം. ഇങ്ങനെയൊക്കെയാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ നിയമം മൂലം എടുത്തു കളഞ്ഞു ഈ പദവികളെല്ലാം. എന്നിട്ട് രേഖപ്പെടുത്തി രാജാവെന്നോ പൊന്നു തമ്പുരാനെന്നോ ഒന്നും വിളിക്കരുതെന്ന്. അത് നമ്മുടെ പത്രക്കാർക്ക് ഇതുവരെ അറിയില്ല. അതുകൊണ്ടാണ് തിരുവിതാംകൂർ രാജാവ് നാട് നീങ്ങി എന്നൊക്കെ ഇപ്പോഴും വാർത്ത വരുന്നത്. അമ്മാരിത് വായിച്ചിട്ടില്ല. ഭരണഘടന നിയമം മൂലം റദ്ദ് ചെയ്ത പദങ്ങളാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഈ അയച്ചിൽ. ഇതെല്ലാം കളഞ്ഞ സംഗതികളാണ്. അതൊക്കെ വളഞ്ഞ വഴിക്ക് കയറി വരികയാണ്. പിന്നെ പറഞ്ഞെന്നറിയണ്ടേ, ഇങ്ങനെ കലുഷിതമായി കിടക്കുന്ന നാട്ടിൽ ഒരു ഭരണഘടന രൂപപ്പെട്ടു. ഭരണഘടന രൂപപ്പെട്ടതിൽ ഉദാർഹമായൊരു കാര്യം പറയാൻ ഞാൻ, ഇന്ത്യൻ ഭരണഘടന രൂപീകരിച്ചതിൽ ഒരു പാസ്റ്ററും ഉണ്ടാകും. ഒരു പാസ്റ്റർ എന്ന് വെറുതെ പറഞ്ഞാൽ പോരെ, നമുക്ക് വേണ്ടപ്പെട്ടൊരു പാസ്റ്ററാ. പ്രധാനപ്പെട്ട പാസ്റ്റർ കെ ഇ എബ്രഹാം അവറുകളുടെ വിവാഹം നടത്തിയ ഖാൻ എന്നൊരു ദിവാസിനെ പറ്റി. അദ്ദേഹം ഉൾപ്പെട്ടിരുന്ന സഭയുടെ പേര് ആൻഡേഴ്സൺ ചർച്ച് ഓഫ് ഗോഡ് എന്നാണ്. ഈ ആൻഡേഴ്സൺ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ശുശ്രൂഷകനായിരുന്ന JJM നിക്കോൾസൺ റോയ് എന്നു പേരായ ആസാംകാരനായൊരു ദൈവദാസനെ അന്ന് ക്ഷണിച്ചു അംബേദ്കർ ഇതിൻ്റെ ഡ്രാഫ്റ്റ് ചെയ്യാൻ. ഇതിനുവേണ്ടിയാണ് ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് അവരുടേതായ അവകാശങ്ങൾ എന്താണെന്ന് പറയാൻ ക്രൈസ്തവർ തന്നെ വേണം. അദ്ദേഹത്തിന് തോന്നി അത് മറ്റൊരാളിരുന്ന് എഴുതണ്ട, ഇവിടെ എഡ്യൂക്കേറ്റഡ് ആയ ആളുകളുണ്ടെങ്കിൽ വിളിക്കാൻ. നിക്കോൾസൺ റോയ് അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തെ കരഘോഷത്തോടെ ഭരണഘടനാ സമിതി സ്വീകരിച്ചു. അദ്ദേഹമാണ് ഭരണഘടനയുടെ 6ാം ഷെഡ്യൂൾ തയ്യാറാക്കുന്നത്. ഇതിൻ്റെ പേരെങ്ങനെ കിടക്കുന്നറിയണ്ടേ? റവറൻഡ് പാസ്റ്റർ നിക്കോൾസൺ റോയ്. രാജ്യം തപാൽ സ്റ്റാമ്പ് ഇറക്കി പുറത്തിറക്കി ബഹുമാനിച്ച് ആദരിച്ച ആളാ. ഞാൻ എന്തിനാ പറഞ്ഞെന്നറിയണ്ടേ? ഇതൊക്കെ നമ്മുടെ സാൻഡാ സ്കൂൾ സിലബസിലൊക്കെ വെക്കണ്ട. സത്യം 6 കുറ്റി 7 കൊളുത്തുമായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. ഇതൊക്കെ പറയണം. നമ്മൾ വന്നവരൊന്നുമല്ല ഇവിടെ. ആധുനികമായ ഭരണഘടന രൂപപ്പെടുത്തുന്നതിൽ നമ്മൾ വഹിച്ച പങ്കാ ഈ പറയുന്നത്. എല്ലാ ക്രൈസ്തവർക്കും ഉണ്ട്. ആനി മസ്ക്രീൻ കേരളത്തിൽ നിന്ന് പോയി, ദാക്ഷായണി വേലായുധൻ കേരളത്തിൽ നിന്ന് പോയി. അപ്പോൾ നമുക്ക് ഇവരെല്ലാം ചേർന്ന് ഒരു ഭരണഘടന തന്നു. ദൈവരാജ്യം നമ്മുടെ വിഷയം. ഞാൻ അങ്ങോട്ട് വരാവേ, തെറ്റിദ്ധരിക്കരുത്. ഭരണഘടന തരുമ്പോൾ മുമ്പൊരു സംഭവം ഉണ്ടായി. പറഞ്ഞ് ഇങ്ങോട്ട് കയറിക്കൊള്ളാം. വിരസമായ ചരിത്രം ഞാൻ വിട്ടേക്കാം. ഉറങ്ങാണോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല, ഇങ്ങോട്ട് കയറി ഇരിക്കാൻ പറയാനാ. കേൾക്കുന്നുണ്ടല്ലേ? അപ്പോൾ 1ാം വട്ടമേശ സമ്മേളനം ലണ്ടനിൽ നടക്കുക. അതിലേക്ക് ആരും പോകരുതെന്ന് ഗാന്ധിജി പറഞ്ഞു. മഹാത്മജിയുടെ പേരിലൊരു ഓഡിറ്റോറിയം. മഹാത്മജി പറഞ്ഞതിനെ ധിക്കരിച്ച് മുഹമ്മദ് അലി ജിന്നയും അംബേദ്കറും എല്ലാം പോയി. ചെന്ന് വാദങ്ങൾ ശക്തിപ്പെടുത്തി 2ാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പോയി. ലണ്ടനിൽ ചെന്നപ്പോൾ ഗാന്ധിജി അംബേദ്കറുടെ ഭയങ്കര തർക്കം. ലണ്ടനിലെ പത്രങ്ങൾ ഇത് ഫ്രണ്ട് പേജ് വാർത്തയാക്കുകയാണ്. ഇവർ തമ്മിലടിയാണ്. മഹാത്മജി ഒരു ഓപ്ഷൻ വെച്ചു. ഡോക്ടർ അംബേദ്കർ, നമ്മൾ ഇന്ത്യക്കാരല്ലേ, നമ്മൾ ലണ്ടനിൽ വന്ന് അടിക്കണം. നമ്മുടെ അഭിപ്രായ വ്യത്യാസം അവിടെ തീർത്താൽ പോരെ. തൽക്കാലം നമുക്കിപ്പോൾ ഒരു ശത്രുണ്ട്, അത് ഇവനാ. ഇവൻ പോണം, ബ്രിട്ടീഷുകാരൻ പോട്ടെ, അവൻ പോകും. നമ്മുടെ ആദ്യ അജണ്ട അവൻ പോട്ടെ. നമുക്ക് നാട്ടിൽ ചെല്ലാം, അവിടെ ചെന്ന് നമുക്ക് നമ്മുടെ അഭിപ്രായ വ്യത്യാസം പറയാം. നല്ല ഐഡിയ വെച്ച് നിരുപാധികം തള്ളിക്കളഞ്ഞിട്ട് പറഞ്ഞു, മഹാത്മജി അങ്ങെന്താ പറഞ്ഞേ? ഇവൻ പോട്ടെ, നമുക്ക് ഇന്ത്യയിൽ ചെന്ന് പ്രശ്നമാകാം. പക്ഷെ ഇവർ ഇന്ത്യയിൽ വന്നില്ലെങ്കിൽ ഞാൻ ഉണ്ടാകുമായിരുന്നില്ല മഹാത്മജി. ഇവർ പടുത്തുയർത്തിയ സ്ഥാപനങ്ങളിലാണ് ഞാൻ പഠിച്ചത്. ഇവരാണ് അക്ഷര വെളിച്ചം തന്നത്, ഇവരാണ് ഉപരിവിദ്യാഭ്യാസം തന്നത്, ഇവരാണ് മാർഗദർശനം നൽകിയത്. ഞാനതോട് ചേർത്ത് പൂരിപ്പിക്കാം. അങ്ങനെ ക്രൈസ്തവ മിഷണറിമാർ രൂപീകരിച്ച സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് ഉണ്ട് ഡൽഹിയിൽ. അവിടെയാണ് ശശി തരൂർ പഠിച്ചത്, രാഹുൽ ഈശ്വർ പഠിച്ചത്, നമ്മുടെ രാഹുൽ ഗാന്ധി പഠിച്ചത്, പ്രിയങ്ക ഗാന്ധി പഠിച്ചത്,
അതെല്ലാം പഠിച്ചത് മിഷണറി കലാലയങ്ങളില്ല. അത് ഞാൻ പൂരിപ്പിക്കുന്ന, മനസ്സിലായില്ലേ? ഇവരിൻ്റെയിൽ വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ കാഴ്ചപ്പാട് കിട്ടില്ല. മാത്രമല്ല, അങ്ങ് ഒരു കാര്യം കൂടി പറഞ്ഞു, നമ്മുടെ മാതൃരാജ്യം അവിടേക്ക് പോകണം, അതിനുവേണ്ടി വാദിക്കണം. ആത്മജി, നമ്മുടെ മാതൃരാജ്യം എന്ന് പറയുമ്പോൾ എനിക്ക് ആത്മാഭിമാനം വരണമെങ്കിൽ ആ മാതൃരാജ്യത്തിൽ നിങ്ങൾ എന്നെ മനുഷ്യനായി കാണണമായിരുന്നു. അത് കണ്ടത് ഇവരാണ്, ബ്രിട്ടീഷുകാരുള്ള കൂറല്ല. അവർ ഞങ്ങളെ മനുഷ്യരായി കണ്ടു. ആ കഥ കൂടി പറഞ്ഞ് ഞാൻ ബോധിപ്പിക്കും. ഞാൻ പറയാണ്, നമ്മൾ മാതൃരാജ്യം എന്ന് പറയുന്ന ആ രാജ്യത്തു കൂടി ഞാൻ എങ്ങനെ യാത്ര ചെയ്യണമെന്ന് അങ്ങേക്ക് അറിയണ്ടേ? ഞാനിവിടെ വരുമ്പോൾ സൂട്ടിടുന്നു, കോട്ടിടുന്നു, അങ്ങ് സൂട്ടും കോട്ടും ഇടുന്നു, നമ്മൾ ഒരുമിച്ച് ഇന്ത്യയിലേക്ക് നമ്മൾ തിരികെ ചെല്ലുന്നു. അങ്ങ് അർദ്ധനഗ്നനായ ഫക്കീറാകുന്നു, ഞാൻ ഈ സൂട്ടിട്ട് അതുവഴി നടക്കുന്നു. അങ്ങ് ഏത് ഗ്രാമത്തിൽ ചെന്നാലും ജനം സ്വീകരിക്കുന്നു. പക്ഷെ സൂട്ടിട്ട ഞാൻ, അല്ലെങ്കിൽ എൻ്റെ പിതാവ് ഇന്ത്യയിലെ ഒരു നഗരവീതിയിലൂടെ, ഒരു പൊതുനിരത്തിലൂടെ നടക്കുമ്പോൾ 2 ഐഡന്റിറ്റികൾ വേണം. ഒന്ന് കഴുത്തിൽ ഒരു കുടം, അരയിൽ ഒരു ചൂല്. ഇതിനാ ഒരാചാരം. അംബേദ്കറുടെ ചാമർ എന്നറിയപ്പെടുന്ന കമ്മ്യൂണിറ്റി തെരുവിലൂടെ പോകുമ്പോൾ ഉമിനീർ ഉൽപ്പാദിപ്പിച്ചു പോയാൽ ആ തുപ്പൽ നിലത്ത് വീഴരുത്. അതൊരു കുടത്തിൽ ശേഖരിച്ച് ഇവരെ കൊണ്ട് സംസ്കരിക്കണം. ആ തുപ്പൽ വീണ അവിടെ അതിലൂടെ ഒരു ബ്രാഹ്മണന് പോകാൻ പറ്റില്ല. ചൂലെന്തിനാണെന്നിരിക്കും അല്ലേ? മനുഷ്യനിങ്ങനെ നടക്കുമ്പോൾ നിലത്ത് പതിയുന്ന കാൽപാദമുണ്ട്. നടക്കുമ്പോൾ കാൽപാദം പതിയല്ലോ, നമ്മുടെ ആത്മയാത്രയിലെ പാട്ടുപുസ്തകത്തെ കാണുന്ന പോലെ കാല്. ഇത് പതിഞ്ഞു പോയാൽ തിരിഞ്ഞു നിന്നത് തൂക്കണം. പിന്നാലെ വരുന്ന ബ്രാഹ്മണ് അറപ്പ് വരരുത്. അതിനാണ് ഞാനെങ്ങനെ സ്വന്തം രാജ്യത്തെപ്പറ്റി ആത്മാഭിമാനം ഉണ്ടാവും? ഈ കലുഷിത ചർച്ചയ്ക്കൊടുവിൽ ഭരണഘടന വന്നു. ഭരണഘടന എഴുതി പൂർത്തീകരിച്ച് 50 ജനുവരി 26 രാഷ്ട്രത്തിന് സമർപ്പിക്കുക. രാഷ്ട്രത്തിന് സമർപ്പിക്കുമ്പോൾ അതിലെ ആദ്യ വേർഡ് നിങ്ങൾക്കറിയോ? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എഴുതുക. അങ്ങനെ പറയാൻ പറ്റിയെന്നറിയണ്ടേ? ഈ രാജ്യത്തിൽ ഏതെങ്കിലും മനുഷ്യരോ വേദങ്ങളോ ഇതിഹാസങ്ങളോ തന്ന ചിന്തയുടെ പിൻബലം കൊണ്ടല്ല, ഭരണഘടനാ നിർമ്മാണ സഭയിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുള്ള മനുഷ്യർ ഒത്തുചേർന്ന്, നിക്കോൾസൺ റോയിയെ പോലെയുള്ള ദൈവദാസന്മാർ ഒത്തുചേർന്ന് മാനവികതയുടെ ആശയങ്ങൾ എഴുതി പിടിപ്പിച്ച്, അപ്പോൾ നമുക്കെല്ലാം പറയാൻ പറ്റി വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. മനസ്സിലായില്ലേ? ഇത് കിട്ടിയത് എവിടുന്നാ? അപ്പോൾ എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ഇങ്ങനൊരു രാജ്യത്താണ് നമ്മളിപ്പോൾ കഴിയുന്നത്. ആധുനികമായി ഇന്ത്യ രൂപീകരിച്ചത് ആ അർത്ഥത്തിൽ ഈ തിരുവെഴുത്തിൻ്റെ കൂടി പിൻബലത്തിലാണ് എന്ന് ആത്മാഭിമാനത്തോടെ പറയാൻ നമുക്കെല്ലാവർക്കും സംഗതിയാകട്ടെ. അപ്പോൾ പക്ഷെ അത് നടപ്പിലാക്കിയതിലും വ്യാഖ്യാനിച്ചതിലും പരാജയങ്ങളുണ്ട്. പരിണിത ഫലമായി 1600-ലധികം നമ്മുടെ ആളുകൾ ഇത് ജയിലിൽ കിടക്കി. ഇന്ത്യയുടെ വിവിധ ജയിലുകളിൽ യേശുവിൻ്റെ മഹത്തരമായ സുവിശേഷം പ്രസംഗിക്കുന്ന 1600 ആളുകൾ അവിടെ കിടക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു പോകുകയാണ്, ഈ രാജ്യത്ത് 1600 വേണ്ട, ഒരു 16 പേര് ഞങ്ങളുടേതല്ലാത്ത ഈ ക്രിസ്ത്യവിശ്വാസത്തിൻ്റെ പുറത്തുള്ള ഞങ്ങളുടെ സഹോദര മതത്തിൽപ്പെട്ട മറ്റ് വിഭാഗങ്ങളിൽപ്പെട്ട 16 വേണ്ട, ഒരാളെ ഇട്ടു എന്ന് വിചാരിക്കുക. ഈ രാജ്യം കത്തി അമരും. തെരുവ് മുഴുവൻ പ്രകടനങ്ങൾ കൊണ്ട്, കോലാഹലങ്ങൾ കൊണ്ട് ശക്തിപ്പെടും. 1600 പേരവിടെ കിടന്നിട്ടും ക്രിസ്തുവിൻ്റെ സംയമനം എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് പ്രാർത്ഥന ഒഴിച്ചുള്ള ഒരു പ്രതികരണത്തിനും തയ്യാറാകാതെ വേറിട്ടൊരു സമൂഹമായി ഇവിടെ നിൽക്കാൻ കഴിഞ്ഞത് ആത്മാവിലെ ദാരിദ്ര്യത്തിൽ നിന്ന് ദൈവരാജ്യത്തിൻ്റെ നീതിയിലേക്കുള്ള പ്രയാണത്തിൽ അർത്ഥവത്തായ ചില കാഴ്ചപ്പാടുകളും ദർശനങ്ങളും ലഭിച്ചതിൻ്റെ പേരിലാണ്. ആ ദർശനത്തിൻ്റെ ഭംഗി ഉടയാതെ അവസാന നിമിഷം വരെ സൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരായിക്കൊണ്ട് നാം വിശ്വസിക്കുന്ന സുവിശേഷത്തിൻ്റെ ഉൾക്കാഴ്ച നമുക്ക് ഈ സമൂഹത്തോട് പ്രസ്താവിക്കാം. മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമം. അതുകൊണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്ത്
നമുക്കിനി അവശേഷിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ഈ രാജ്യത്ത് ആത്മാവിൽ ദരിദ്രരായ ജനകോടികൾ ഈ കേരളത്തിലല്ലെങ്കിലും ഇന്ത്യയുടെ വിവിധ ഇടങ്ങളിൽ അവർ ഇടം കൈയും വലം കൈയും തിരിച്ചറിയാതെ കഴിയുമ്പോൾ ആ ദേശത്തെയൊക്കെ മാറ്റാൻ കഴിയുന്ന ശക്തിമത്തായ സിദ്ധാന്തം ഈ സുവിശേഷമാണ്. അതിൻ്റെ ആത്മാർത്ഥത ഒട്ടും വിട്ടുകളയാതെ വീണ്ടും അതിനെ പ്രസംഗിക്കാൻ നമുക്കെല്ലാം അത്യുന്നതൻ സംഗതിയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആത്മാവിലെ ദാരിദ്ര്യം കേവലം ഭക്ഷണത്തിൻ്റെ പ്രശ്നമല്ല, പാലിൻ്റെ പ്രശ്നമല്ല, ആഹാരത്തിൻ്റെ പ്രശ്നമല്ല. അതിനൊക്കെ മറികടക്കാൻ നമ്മുടെ മുമ്പിൽ ഉപാധികളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിനൊക്കെ നേരിടാൻ നമ്മുടെ മുമ്പിൽ വഴികളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ആത്മാവിലെ ദാരിദ്ര്യം ശരിയാർത്ഥത്തിൽ പരിഹരിക്കാൻ സുവിശേഷത്തിന് കഴിയൂ. അത് ഇന്ത്യ തെളിയിച്ചിട്ടുണ്ട്, കേരളം തെളിയിച്ചിട്ടുണ്ട്. ഞാനതിൽ 1-2 കാര്യങ്ങൾ ഞാൻ യൂട്യൂബിലൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവിടെ പറയാത്ത ചിലത് കൂടി പറ. അങ്ങോട്ട് മാറിയ സ്ഥലമുണ്ട് കണ്ണൻചിറ, പിന്നെ അങ്ങോട്ട് മാറി വേറെ സ്ഥലമുണ്ട് ചീരൻചിറ, പിന്നെ അങ്ങോട്ട് മാറി വേറെ സ്ഥലമുണ്ട് ചാത്തങ്കേരി, അങ്ങോട്ട് വടക്കോട്ട് പോയി പടിഞ്ഞാറോട്ട് പോയി കഴിഞ്ഞു ചങ്ങനാശ്ശേരി. ഇങ്ങനെ സ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലനാമങ്ങളുടെ ചരിത്രമുണ്ട്, സ്ഥലങ്ങൾക്ക് പേര് കിട്ടാൻ ചരിത്രം. എന്തായിരുന്നു പണ്ട് ഈ നാട്ടിലൊക്കെ സംഭവിച്ചെന്ന് അറിയണ്ടേ? പട്ടി വലിയ പ്രളയം വരുന്നു, മഴ ശക്തിപ്പെടുമ്പോൾ അടുത്തടുത്ത വയലുകളിൽ വെള്ളം നിറയും. വെള്ളം നിറഞ്ഞിട്ട് കൃഷി മുഴുവൻ നശിക്കും. കൃഷി നശിച്ചിട്ട് അത് നെല്ല് പഴുത്ത് ഗുണപരമല്ലാത്ത വിധത്തിൽ പോകും. ശാസ്ത്രീയമായ വിധത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ തൻ്റെ കൃഷിക്ക് നാശം ഭവിച്ച ജന്മി ഇതിൻ്റെ കാരണം തേടുന്നത് ശാസ്ത്രീയ പരിഹാരത്തിനല്ല, ശാസ്ത്രീയ പരിഹാരത്തിൻ്റെ ഭാഗമായിട്ടല്ല. കാരണം തേടുന്നത് അയാൾ ഒരു ജ്യോത്സ്യനെ വിളിച്ചോ പ്രശ്നക്കാരനെ വിളിച്ചോ ചങ്ക് കറക്കി കവടി നിരത്തി കാര്യം അന്വേഷിക്കും. കാര്യം അന്വേഷിക്കുമ്പോൾ ഈ പ്രശ്നക്കാരൻ വന്നിട്ട് പറയും, ഈ വയല് ചോര കുടിച്ചിട്ട് കുറേ നാളായി, ഇതിന് ദാഹിക്കുന്നു, ചോര വേണം. മണ്ണ് ചോരയ്ക്ക് ദാഹിക്കുക. അതുകൊണ്ടൊരു മനുഷ്യഗുരുതി, മനുഷ്യനെ ബലിയർപ്പിക്കണം. മനുഷ്യനെ ബലിയർപ്പിക്കണമെന്ന് കേട്ടാൽ ഉടൻ ചെയ്യുന്നത് ഈ സ്ഥലങ്ങളുടെ തീരത്ത് എന്തെന്നറിയിക്കാതെ വലിയ കാന കീറും, കുഴിയെടുക്കും. ഈ കീറിയ കാന 1-2 ആൾ താഴ്ചയിൽ കാണും. ഇയാൾ ഈ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇയാളെ അങ്ങോട്ട് വിളിക്കുക, യജമാനൻ നീഞ്ഞു വാ. എന്നിട്ട് ഇയാൾ കാണാതെ ഇതിനകത്തേക്ക് ഒരു പിക്കാക്സോ ഒരു മൺവെട്ടിയോ, കഴിഞ്ഞ ജോലി കഴിഞ്ഞു, വാ നോക്കാം. ഈ കുഴിന്ന് കൊട്ടൊരു നീ ആ തൂമ്പ എന്താ എടുക്കാഞ്ഞേ? അവനത് ആകപ്പാടം നോക്കും. കുഴപ്പമില്ല, ഇനി ഇറങ്ങി എടുക്ക്. അവനത് ഇറങ്ങി എടുക്കാൻ നേരം ഒരു കല്ല് തള്ളി അദ്ദേഹത്തിടും. പിന്നാലെ മണ്ണ് വെട്ടിയിടും. ഈ മണ്ണ് വെട്ടിയിടുന്ന ആരാന്ന് അറിയണ്ടേ? മറ്റു തൊഴിലാളികൾ വന്ന് ഈ ശരീരം മണ്ണ് വെട്ടി മൂടുക. ഒരുവൻ പ്രാണൻ അതിനകത്ത് മരിക്കാതെ തീരുക, കൊല്ലാതെ കുഴിച്ചു മൂടുക. ഇതിന് ഈ ബണ്ടുറയ്ക്കാൻ ചെയ്യുന്ന മാന്ത്രിക കർമ്മമാണ് നമ്മുടെ നാട്ടിൽ നടന്ന കാര്യമാണ്. ബണ്ടുറയ്ക്കണം, മനുഷ്യനെ ഗുരുതി കൊടുക്കണം. അവനവിടെ മരിച്ചു വീഴുക. കേസില്ല. എന്താ കേസില്ലാത്ത? ഞാൻ ആർക്കൈവ്സുകളിൽ പരതിയെടുത്ത ഒത്തിരി രേഖകൾ എൻ്റെ പക്കലുണ്ട്. മനുഷ്യനെ വിൽപ്പന നടത്തുമ്പോൾ ആ വിൽപ്പന നടത്തുന്ന കാര്യത്തിൽ എഴുതിയ ആധാരങ്ങളുടെ പകർപ്പുണ്ട്. ആ രേഖയിൽ എഴുതിയിരിക്കുന്നൊരു പദം ഇന്നും മനുഷ്യ മനസാക്ഷിയെ വേദനിപ്പിക്കും. എന്താണെന്നറിയണ്ടേ? ചാട്ടക്കടിക്കുക, അതൊക്കെ പോട്ടെ, ചാട്ടക്കടിക്കുക, ഉപദ്രവിക്കാം. അതിൻ്റെ അവസാന ലൈനിൽ പേരെയാണ് അവൻ്റെ പേരെ കഴിവ് പറയുക, ഇവനെ ഇന്നയാൾ വിലക്ക് വാങ്ങുക വഴി അയാൾക്ക് വിൽക്കാം. അതിൻ്റെ പ്രയോഗം വളരെ രസകരമാണ്. വിൽക്കുകിൽ വിലക്ക് പോകും, കൊല്ലുകിൽ കൊലയ്ക്ക് മാറും. ഒരു പ്രയോഗം 100-150 വർഷം മുമ്പ് ഇവിടൊക്കെ നടന്ന സംഭവമാണ്. അങ്ങനെ കണ്ണനെ ചവിട്ടിത്താഴ്ത്തിയ ചിറ കണ്ണൻ ചിറയായി, ചീരനെ കൊന്നു കൊല വിളിച്ച മണ്ണ് ചീരൻ ചിറയായി, അങ്ങനെ കൊന്നുകളൻ സ്ഥലം ചങ്ങനാശ്ശേരിയായി, ചാത്തങ്കേരിയായി. ഇങ്ങനെ എത്ര സ്ഥലങ്ങൾ. ഈ പതിവുകളെ റദ്ദ് ചെയ്തത് വിശുദ്ധ ബൈബിൾ ഇതുവഴി വന്നപ്പോഴാണ്. ഹല്ലേലൂയ. ഈ ബൈബിൾ 2 കാര്യം ചെയ്തു. കുടിക്കുള്ളിൽ പ്രാണൻ പിടയാൻ തുടങ്ങിയവനെ പോക്കിക്കയറ്റി. ജന്മിത്വത്തിൻ്റെ ഉത്തുംഗ ശൃംഗങ്ങളിൽ വിരാജിക്കുന്ന മനുഷ്യനെ കൊല്ലാനും തലയെറുക്കാനും രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറെടുത്തപ്പോൾ അവരോടും പറഞ്ഞു, ആയുധം വെക്ക്. തിന്മയ്ക്കെതിരെ നമ്മൾ സ്വീകരിച്ച വഴിയെന്താ? ആ മനുഷ്യനെ വിളിച്ചിട്ട് ഈ സുവിശേഷത്തിൻ്റെ
ആ ഉള്ളടക്കങ്ങളെ ബോധ്യപ്പെടുത്തിയപ്പോൾ യജമാനനും ബോധ്യം വന്നു, ഇതുവരെ ചെയ്ത കുടിലകർമ്മങ്ങൾ തെറ്റായി, മാനസാന്തരത്തിന്റെ വഴി തിരയാൻ അവനെയും പഠിപ്പിച്ചു. ഇങ്ങനെ ഇവിടെ മാത്രമല്ല, ലോകത്തിന്റെ 5 വൻകരകളിലും പെന്തക്കോസ്തിന്റെ വിശ്വാസം രൂപപ്പെട്ടു വന്നത് അക്രമത്തെ അക്രമം കൊണ്ട് നേരിടുന്ന വിധത്തിലല്ല, അക്രമത്തെ ആയുധം കൊണ്ട് നേരിടാനുമല്ല, ചോരച്ചൊരിച്ചിൽ കൊണ്ട് നേരിടാനുമല്ല, മനുഷ്യത്വത്തിന്റെ തീവ്രതയിൽ ആത്മാവിൽ ഈ രണ്ടുപേരും ദരിദ്രര, അല്ലെങ്കിൽ ഈ ദുഷ്കർമ്മത്തിന് മാന്ത്രികനെ തിരയുകയില്ല. ശാസ്ത്രകർമ്മങ്ങളുടെ വഴിയൊന്നും തിരയാതെ ഇതാണ് എൻ്റെ പ്രശ്നപരിഹാരമെന്ന് ചിന്തിച്ച് കൂടുതൽ ന്യായവിധിക്ക് വേണ്ടി നിരപരാധിയുടെ ചോര ചൊരിഞ്ഞാൽ വിളവ് കൂടുതൽ കിട്ടുമെന്ന ആശയം ആ മനസ്സിൽ വന്നപ്പോൾ ആധുനിക ശാസ്ത്രം തെളിയിച്ചു കൊടുത്തു. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, വിളവ് കൂടുതൽ ഉണ്ടാകാൻ ഇത്തരത്തിലുള്ള കർമ്മങ്ങളല്ല വേണ്ടത്. ആധുനികമായ യന്ത്രസജ്ജീകരണങ്ങളോടെ, ആധുനികമായ സംവിധാനങ്ങളോടെ, കാലാവസ്ഥയുടെ വ്യതിയാനം നോക്കി കൃഷിയോട് സമീപിക്കാൻ കഴിയുന്ന മാനവികാവസ്ഥ രൂപപ്പെട്ടപ്പോൾ, പാശ്ചാത്യ ശൈലികൾ രൂപപ്പെട്ടപ്പോൾ സ്ഥിതിഗതികൾക്ക് മാറ്റമുണ്ടായി അവിടെ. കാരണം അന്ധവിശ്വാസങ്ങളെ വേരോടെ ചികഞ്ഞു മാന്തി പറിച്ചെറിഞ്ഞ് ശാസ്ത്രാവബോധം ജനങ്ങളിൽ കൊടുത്ത ആത്മാവിലെ ദാരിദ്ര്യത്തിന് പരിഹാരം വരുത്തിയ അതുല്യ മാർഗമാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം. ആ സുവിശേഷം പ്രസംഗിക്കാനുള്ള നമ്മുടെ ആർജവം ആരുടെയും ഔദാര്യമല്ല, അത് യേശുദാൻ നിയോഗിച്ചയച്ചതാണ്. പ്രപഞ്ചമുള്ളിടത്തോളം, ഭൂമിയുള്ളിടത്തോളം, പ്രാണനുള്ളിടത്തോളം പുനരാഗമനം സംഭവിക്കും വരെ നസറായനായ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ നിയോഗിതരായ നമ്മൾ ഈ ആത്മാവിലെ ദാരിദ്ര്യത്തിനെതിരെ പ്രാർത്ഥനാ പുരസരം പോരാടുമ്പോൾ ആയുധം കൊണ്ടോ അക്രമം കൊണ്ടോ ചോര ചൊരിഞ്ഞുള്ള വഴിത്താരകൾ വിട്ടിട്ട് ആത്മശക്തി കൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊണ്ട്, നമ്മിൽ വ്യാപരിക്കുന്ന ബലം കൊണ്ട്, അത്യന്ത ശക്തി കൊണ്ട് ദേശത്തെ പിടിച്ചെടുക്കുന്ന ഉത്കൃഷ്ടമായ ശുശ്രൂഷ അവിടുന്ന് എനിക്കും നിങ്ങൾക്കും തന്നിട്ടുണ്ടെങ്കിൽ വചനം പറയുകയാണ്, ആ കൂടെ ഹൃദയശുദ്ധി, ആ ഹൃദയശുദ്ധി തരുന്ന ഉത്തരമുണ്ട്. അതാണ് ദൈവത്തെ കാണുമെന്ന്. ഓരോ വചനവും വ്യാഖ്യാനിക്കേണ്ടത്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. തീരെ കാലത്തൊരു ചർച്ചയിൽ ഉയർന്നു വന്നൊരു പ്രശ്നമാണ്, നമ്മൾ പാൽപ്പൊടിയൊക്കെ കൊടുത്ത ആളുകളെ മതം മാറ്റുക. അതിൽ കുറേ ശരിയുണ്ട്. പാൽപ്പൊടി കൊടുത്തപ്പോൾ ഇത് വേണമെന്നുള്ളൊരു മേടിച്ചു. പാൽപ്പൊടിക്ക് പകരം ചാണകപ്പൊടി കൊടുത്ത ആൾ വാങ്ങൂല, അതുകൊണ്ടാണ്. അല്ലെ കൊടുത്തു നോക്കാം. നമുക്ക് ഇഷ്ടം പശുവിൻ്റെ പാലാണ്. പാലിഷ്ടമുള്ള നമ്മൾ പാല് കൊടുക്കുന്നു, ചാണകം ഇഷ്ടമുള്ളത് ചാണകം കൊടുക്കുന്നു. ഇഷ്ടപ്പെട്ടൊരു മേടിക്കട്ടെ, നമുക്കൊന്ന് മത്സരിച്ച് നോക്കാം. ഇതിൽ ഏതിനാ ഡിമാൻഡ് ആണെങ്കിയോ നിങ്ങൾ? ഞാനിങ്ങനെയൊക്കെ പറയുന്നറിഞ്ഞാണല്ലോ വിളിച്ചത്. സഹിക്കല്ല, രക്ഷയില്ല. ഒത്തിരി വീര്യം കുറച്ചു. ഞാൻ വളരെ താല്പര്യം പരിഗണിച്ച് വീര്യം കുറച്ചു. ഓട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അതിനകത്തൊരു കാര്യം കൂടെ ഉണ്ട്. ഇവിടെ വേറൊരു സംഭവം ഉണ്ടായി. ഇതൊക്കെ ഞാൻ ചുമ്മാ പറയുന്നതല്ല, ചരിത്രകൃതികളെ ആധാരമാക്കി പറയും. 19-ാം നൂറ്റാണ്ടിലെ കേരളം എന്ന പേരിൽ പി ഭാസ്കരൻ ഉണ്ണി എഴുതിയ സാഹിത്യ അക്കാദമി പുറത്തിറക്കുന്ന പുസ്തകം, അതൊക്കെ പഠിക്കണം. കേരളം കടന്നുപോയ ഭീകരാവസ്ഥ എത്ര വലുതാണ്, അതിൻ്റെ നടുവിൽ ഈ പുസ്തകം ചെയ്തെടുത്ത പ്രവൃത്തി എത്ര വലുതാണ്. ഇത് പറയുമ്പോഴാണ് ഓർക്കുന്നത്. ഒരു ദിവസം ഈ പള്ളത്ത് മിഷൻ ഓഫീസിലൊക്കെ അങ്ങകലെ ഹൈറേഞ്ചിൻ്റെ അടിവാരത്തിൽ നിന്ന് കുറേ മനുഷ്യരെത്തി. അരയാ കമ്മ്യൂണിറ്റിയാണ്. അവർ വന്നിട്ട് ഈ ഹെൻറി ബക്കറെ വണങ്ങി, ബക്കർ സാഹിബ്, ഞങ്ങളുടെ നാട്ടിൽ എന്തിനാ അടികൾക്ക് അവിടെ ഒരു സ്കൂൾ വേണം, അങ്ങേക്കത് പറ്റും. അവർ പറഞ്ഞത് പാടാ, അത് വാദ്യന്മാരില്ല, 2 വാദ്യന്മാരെ അവിടെ താമസിപ്പിക്കാൻ സൗകര്യമില്ല. അതൊക്കെ എങ്ങനെയും കണ്ടെത്തിയാൽ തന്നെ ഒരാളെ കൊണ്ട് പറ്റുന്ന പണിയല്ലേ. ഇപ്പം ഞാൻ മേലുകാവിൽ ഒരെണ്ണം തുടങ്ങി, കോട്ടയത്തുണ്ട്, പറ്റില്ല. ഒരു വിട്ടില്ല. 6 തവണ വന്നു. 6-ാം തവണ വരുമ്പോൾ അദ്ദേഹം വായിച്ചുകൊണ്ടിരുന്ന വേദഭാഗം പിതവ അസഹ്യപ്പെടുത്തുന്ന ഭാഗം. പിതവ വന്ന് മുഖത്തടിക്കുമെന്നൊക്കെ ന്യായാധിപതി പറയുന്ന ഭാഗം. അപ്പോൾ അദ്ദേഹത്തിന് അതൊരു വിളി പോലെ തോന്നിയിട്ട്, എന്നാൽ ഞാൻ അടുത്ത തവണ വരാം. അവർ വിടും. അവർ പറഞ്ഞില്ല, യജമാനം വരുവാണെങ്കിൽ കൊണ്ടുപോകാനാ വന്നേന്ന് പറഞ്ഞു. അവരെങ്ങനെ കൊണ്ടുപോകാൻ നോക്കണ്ടേ? മുള വെട്ടി ഒരു പടങ്ങ് പോലുണ്ടാക്കി കസേര അതേ വെച്ച് കെട്ടിയിട്ട് കയറി ഇരുന്നോളാൻ പറഞ്ഞു. എടുത്തോണ്ട് പോകാനോ? അയ്യോ ഒന്നും വേണ്ട, ഞാൻ നടക്കാം. പറ്റുമോ? നടന്നും അതിലിരുന്നും ഒരു തൂക്കിയെടുത്തും ആരൻ തീരത്തുകൂടെ പോയി കാടും പള്ളയൊക്കെ കടന്നു.
രണ്ടാം ദിവസം പ്രഭാതമായപ്പോൾ അങ്ങ് ചെന്നു റേഞ്ചിൻ്റെ അടിവാരത്തിൽ. നേരം വെളുത്ത് വരുമ്പോൾ ഉണ്ട് വെള്ള നിറമുള്ള പക്ഷികൾ കൂട്ടം കൂട്ടമായി നദീതീരത്തുനിന്ന് പറക്കുന്നു. ഷേക്സ്പിയറുടെ കവിതകളൊക്കെ വായിച്ച് പഠിച്ച അദ്ദേഹം ഇതിൻ്റെ പേരറിയാം. സ്വാൻ എന്ന ഇംഗ്ലീഷിൽ പറയുക, രാപ്പാടി. ഞാൻ ചോദിച്ചു, ഇതിനെന്താ നിങ്ങളുടെ ഭാഷയിൽ പറയാം? മലയാളം അദ്ദേഹത്തിന് അറിയാം അത്യാവശ്യം. അപ്പോൾ അവർ പറഞ്ഞു, നമ്മളിന് പറയുന്ന പേര് മുണ്ടി എന്നാണ് ഈ പക്ഷിക്ക്, വെള്ള കളറുള്ള പക്ഷി. അങ്ങനെ അദ്ദേഹം ആ സ്ഥലത്തിൻ്റെ ഒരു പേരിട്ടു, മുണ്ടിക്കയം. അതാ നമ്മുടെ മുണ്ടക്കയം. സ്കൂൾ തുടങ്ങി, ആളുകൾ കാട്ടിൽ കയറി തടി വെട്ടി കോലമടഞ്ഞൊരു സ്കൂള്. പറയുന്നു കാടമൻ ടി എസ്റ്റേറ്റിലേക്ക് വഴി വെട്ടണം. ഈ പണി നടക്കുക. അപ്പോൾ നമ്മുടെ സായിപ്പ് എന്ന് വെച്ചാൽ പറയും, ഞങ്ങളെയും കൂടെ കൂട്ട്, മുണ്ടക്കയം വരെയുള്ള വഴിപണിക്കകത്ത് ഞങ്ങളും കൂടാം. അങ്ങനെ സർക്കാരും കരാരാ ബ്രിട്ടീഷുകാരാ, കേണൽ മൺറോവാ തിരുവിതാംകൂറിലെ ദിവാൻ. വഴിപണി അങ്ങോട്ട് തുടങ്ങിയില്ലേ? വഴിപണി അങ്ങോട്ട് തുടങ്ങി പാതി വഴി കഴിഞ്ഞു. കുറേ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ട് മുളം കാടുകൾ. മുളങ്കാട്ടിലെല്ലാം പാമ്പും കാവും ഒക്കെയാണ്. പാമ്പിനന്നും വലിയ ഡിമാൻഡാണ്. കാരണം പാമ്പിനെ കൊന്നാൽ അറപ്പ കോപം. പാമ്പിൻ്റെ പേര് തന്നെ മാറ്റിയല്ലോ, അതിഥി എന്നാക്കി കളഞ്ഞു പാമ്പിൻ്റെ പേര്. എന്തൊക്കെ ഇപ്പോൾ പിള്ളേരെല്ലാം കടിച്ചു കൊല്ലുക, അതിഥി. മനസ്സിലായില്ലേ? പാമ്പിനെ കൊന്നാൽ നമുക്ക് അർപ്പ കോപം. പക്ഷേ ചൈനയിലുള്ളവൻ്റെ ഭക്ഷണമായത്, അവനൊരു കോപവും ഇല്ല. അവൻ ലോക സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നു. മനസ്സിലായില്ലേ? പച്ചപ്പാമ്പ് ഉണക്കപ്പാമ്പ്, നമ്മൾ പച്ച മത്സ്യവും ഉണക്ക മത്സ്യവും കഴിക്കുന്ന പോലെ അവൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൈന അമേരിക്കയെ വെല്ലുന്ന സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നു. അവിടെ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് ആമ്പളി മേടിച്ച് ഉപയോഗിക്കുന്നില്ല. അവനൊരു കോപവും ഇല്ല. ഓട്ടെ, ഈ ബേക്കർ കാല് പിടിച്ച് പറഞ്ഞു, അത് കുഴപ്പമില്ല, അതിനെ തട്ടിക്കളഞ്ഞിട്ടില്ലേ റോഡ് വിട്ട്. അയാളുടെ പേടി മാറ്റാൻ ബേക്കർ പണി ചെയ്തു. ഒരു പറ, പഴയ സാധനമായി നാഴിയൊക്കെ പോലെ ഒരു പറ. ഈ പറയ്ക്കുള്ളിലേക്ക് അരിമണിത്തുണ്ട് വലിപ്പമുള്ള സ്വർണം ഒന്നാക്കി. സ്വർണ്ണ നാണയങ്ങളാ ചെറിയ. ഇങ്ങോട്ട് വാരി എടുത്തിട്ട് ഈ മുളങ്കാടിനകത്തേക്ക് കയറി. ഒരു പാമ്പിനെയും പേടിയില്ല. ആളുകൾ വാക്കത്തെയും കൊണ്ട് ചാടി കയറി വെട്ടി. പാമ്പ് അതിൻ്റെ വഴിക്ക് പോയി. വളയെല്ലാം കൂടെ വെട്ടി റെഡിയാക്കി സ്വർണ്ണത്തരി കണ്ടുപിടി. അങ്ങനെ ആ പൊന്നു വന്ന് വീണ സ്ഥലത്തിന് കിട്ടിയ പേരാ പൊൻകുന്നം. എന്തിനു വേണ്ടിയാ ഹെൻറി ബേക്കർ വെട്ടിയെന്നറിയണ്ടേ? സ്കൂളിലേക്ക് പുസ്തകം കൊണ്ടിയെല്ലാൻ, ഗോതമ്പ് കൊണ്ടിയെല്ലാൻ, മുമ്പ് പറഞ്ഞ പാൽപ്പൊടി കൊണ്ടിയെല്ലാൻ, വാദ്യന്മാരെ സഹായിക്കാൻ ഒക്കെ വേണ്ടി വെട്ടിയ റോഡിൻ്റെ പേരാ KK റോഡ്. അതിൻ്റെ തീരത്ത് ഇപ്പം ഞാനൊരു പരസ്യവും നടത്താൻ തുടങ്ങുമ്പോൾ ഒരുത്തം വന്നിട്ട് പറയാം, നിർത്തിയിട്ട് പോന്നു. നീ പോടാ, നീയാണ് പോണ്ട. നീ ആര്? യു ആർ ഹോം ടു ക്വസ്റ്റ്യനിങ് മീ. നീ ചരിത്രം ഒന്ന് പഠിക്കുക. ഇവിടെ നിൽക്കാനുള്ള ആർജം ആർക്കാ? യേശുവിൻ്റെ സുവിശേഷം പറയും നമുക്കാ. ആത്മാവിലെ ദാരിദ്ര്യം പരിഹരിച്ച് ഈ ദേശത്ത് തലങ്ങും വിലങ്ങും പ്രവർത്തിച്ച ഇത്തരം മിഷണറിവര്യന്മാരുടെ സംഭാവനയിലാ ഞാനിവിടെ നിൽക്കുന്നത്, നിങ്ങളിവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. അപ്പോഴേ അതുകൊണ്ടാ സുവിശേഷത്തിൻ്റെ സവിശേഷത, അതെല്ലായിടത്തുമുള്ള മനുഷ്യർക്ക് വെളിച്ചമാ കൊടുത്തേ. എല്ലാ തരത്തിലുമുള്ള മനുഷ്യർക്ക് വെളിച്ചം. അത് ജന്മികളെ മാറ്റി. പെന്തക്കോസ്തസഭകളുടെ ആവിർഭാവഘട്ടത്തിൽ ധാരാളം ജന്മികൾ വിശ്വാസത്തിലേക്ക് വന്നെന്ന്. ശാരോൻ തോമാച്ചാൻ്റെ പിതാവ് ജോൺ അയ്യാപിള്ള സാറ്, കോടികളുടെ ആസ്തിയുള്ള ജന്മി. ART അതിശയം, തമിഴ് ബ്രാഹ്മണായിരുന്നു. കോടികളുടെ ആസ്തിയുള്ള ജന്മി. നിങ്ങൾ കണ്ണൂരില്ല, അവിടെ സർക്കാർ കാര്യാലയത്തിന് 1 ഏക്കർ ഭൂമിയാണ് ശാരോൻ തോമാച്ചാൻ വിട്ടുകൊടുത്തത്. 1 ഏക്കർ ടൗണിൽ. നോക്കണേ, ഭൂതകാലത്തിൽ നമ്മുടെ പിതാക്കന്മാർ, ക്രിസ്തീയ സഭയുടെ പൗരാണികന്മാർ പലരും വലിയ ജന്മിക്കുടുംബങ്ങൾ, നിറുവറ്റാളുകൾ വന്നു, സാധാരണ മനുഷ്യർക്കിടയിൽ വന്നു. എല്ലാ സമൂഹത്തിലും പെട്ട ആളുകൾ കയറുന്ന വലയാക്കി ഈ മഹാപ്രസ്ഥാനത്തെ ദൈവം മാറ്റി. 100 കൊല്ലത്തെ ചരിത്രം പരതുക. നമ്മളെന്തോ കുഴപ്പക്കാരാണെന്നും മോശപ്പെട്ടതൊക്കെ സമൂഹം പറയും. അടുത്തൊരു പെൺകുട്ടി ഒരു ഇൻ്റർവ്യൂവിൽ ഈ ചോദ്യമൊക്കെ ചോദിക്കുന്നു. ഞാനതിൽ പറഞ്ഞൊക്കെ ചില നിങ്ങൾ കണ്ടു കാണും. ഞാൻ പറഞ്ഞൊരു കാര്യം, 100 കൊല്ലത്തെ ചരിത്രമുണ്ട്. കുളക്കുഴ കൺവെൻഷൻ 100, കുമ്പനാട് കൺവെൻഷൻ 100, ഇങ്ങനെ നമ്മുടെ നെല്ലൂരൊക്കെ 100, ഏകദേശം 100 കുറഞ്ഞിട്ടില്ല. ഇത്രയും കൺവെൻഷൻ്റെ ഇടയ്ക്ക് ഇത്ര വെടിക്കെട്ട അപകടം നടന്നു.
ഒരു മരിച്ചു, എത്ര ദുരന്തം ഉണ്ടായി. ആംബുലൻസ് വരേണ്ടി വന്നു, പോലീസ് ഇറങ്ങി തല്ലി ഓടിക്കേണ്ടി വന്നു, ഹിന്ദിക്കടക്കാരനെ ഏറ്റുമുട്ടേണ്ടി വന്നു, കള്ളച്ചാരായം വിറ്റനെ പിടിക്കേണ്ടി വന്നു. ഞങ്ങൾ 100 കൊല്ലം ഈ നാട്ടിന് ബോധ്യപ്പെടുത്തി കൊടുത്തു ഞങ്ങൾ ആരാണെന്ന്, ഈ സുവിശേഷത്തിൻ്റെ ചൈതന്യം എന്താണെന്ന്, സമാധാനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ജീവിത അനുഭവത്തിൽ നിന്ന് ഞങ്ങളത് സമൂഹത്തെ പഠിപ്പിച്ചേ. ആ ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ രാത്രിയും ഈ ദേശത്ത് ആത്മാഭിമാനത്തോടെ ഞങ്ങൾ നസ്രായിനെ ഉയർത്തുന്നത്. സാക്ഷാലുള്ള സമാധാനം വരുത്തുവാൻ കഴിയുന്ന ഒരുവൻ യേശുവാണെന്നുള്ള തിരിച്ചറിവില്ല. ഹല്ലേലൂയ. അല്ല എങ്കിൽ സമൂഹത്തിന് സംഭവിക്കുന്ന ആ വ്യതിയാനം എന്തെന്ന് നിങ്ങൾ പഠിച്ചാൽ മതി, എന്ത് മാറ്റം വരുമെന്ന് പഠിച്ചാൽ മതി. ഞാനതിലേക്കൊന്നും തിട്ടിക്കൊണ്ടു പോകുന്നില്ല, നമുക്ക് പര്യവസാനിപ്പിക്കണം. ശരി. അപ്പോൾ യേശുവിൻ്റെ ഈ പാഠം, ആ പാഠത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ച് നമുക്ക് കിട്ടി ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സംതൃപ്തി. അങ്ങനെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന സഹോദരങ്ങൾ, അവിടെ എല്ലാം ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിന് റിസ്ക്കുള്ള കാര്യമാണ്. ക്രിസ്തുവിലേക്ക് ഒരുവൻ വരുന്നത് പ്രിയ രക്ഷ സൗജന്യമാണ്. ക്രിസ്തീയ ജീവിതം ചിലവേറിയതാണ്. സന്യാസിമാരെക്കാൾ കട്ടിയായ ജീവിതമാണ് ആണോ? അതേന്നേ, അടുത്ത സാധനയുടെ ജീവിതം ഇത്. അത് സഹിച്ചു വരിക. ഞാൻ PAP ഒരു ക്യാമ്പിന് വന്നു. നമ്മുടെ മേത്രപ്പാസയുടെ സെൻറ്റർ റാന്നി അരക്കുന്നിലാണ് നടന്നത്. 500 കുട്ടികളുണ്ട്. ഞാൻ ചോദിച്ചു, ഈ ഓണത്തിന് നിങ്ങൾക്ക് എത്രയോ കളികൾക്ക് പോകാം, എത്രയോ ആഘോഷങ്ങൾക്ക് പോകാം. നിങ്ങൾ 10,000 ഉറുപ്പിക കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് ഇവിടെ വന്നിരുന്ന് ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ പ്രസംഗം കേൾക്കാൻ, ക്ലാസ് കേൾക്കാൻ വന്നത് ഞങ്ങളിലെന്തോ ശ്രേഷ്ഠത ഉള്ളതുകൊണ്ടല്ല, നിങ്ങളിൽ പിതാക്കന്മാർ നിറച്ച ഒരനുഭവമുണ്ട്. അനുഭവത്തിൻ്റെ തിരികെടാതെ നിങ്ങളിവിടെ വന്നതാണ്. നമ്മൾ ചുരുക്കം ചിലരേ ഉള്ളൂ, ആ കുറവൊന്നും ഓർക്കണ്ട. വലിയവ ചെയ്യുന്നൊരു ദൈവം. ഞാൻ അവസാനത്തെ പോയിന്റ് ഇങ്ങനെ കാലത്ത് ചോദിച്ചു ബന്ധമുള്ള നമ്മളെല്ലാം പറയും ദൈവത്തിന് നന്ദി പറയാം. അല്ലേ? നാട്ടുകാർ വന്നാൽ നന്ദി പറഞ്ഞ് പോക്കും അല്ലേ? കുറേ പ്രസംഗർ വന്ന് വീണ്ടും പറയിപ്പിക്കും, പോരാന്നും പറഞ്ഞല്ലേ. അപ്പോൾ അതുകൊണ്ട് വിശ്വാസി അത് കാത്തിരിക്കുക. നമ്മൾ പറഞ്ഞിട്ട് സ്വതന്ത്രം പറയാൻ അവരിയ്ക്കും. നമുക്കൊരു കൊച്ചുണ്ടായിരുന്നു, പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴത്തെ കൊച്ചുമോളാണ്. ഒക്കെ സങ്കീർത്തനം വായിച്ചേ പറ്റുള്ളൂ. സങ്കീർത്തനം തല തിരിച്ചായിരിക്കും ബൈബിൾ പിടിച്ചിരിക്കുന്നത്. കുഞ്ഞാ അങ്ങോട്ട് തുറന്നിട്ട് വായിക്കും. യഹോവൻ്റെ ഇടയനാകുന്നു എനിക്ക് നാണം വരുന്നു. നമ്മൾ അതിൽ ഇരിക്കുകയാണെങ്കിൽ ഇവിടിത് പറയുമ്പോൾ നമുക്കറിയാം ആ പോയിന്റ് വരുമ്പോൾ. എന്ന് പറഞ്ഞ പോലെ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കണം. ചോദ്യം ചോദിക്കാം, ഇതിൻ്റെ ഒരു പൂർണ്ണമായ ഉത്തരം പിടിയിട്ടും നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞു. ദൈവം എപ്പോഴെങ്കിലും നമുക്ക് നന്ദി പറഞ്ഞിട്ടുണ്ട്? ഫോൺ സംഭാഷണം നന്ദി എന്ന് വിളിക്കുകയല്ല ദൈവം, പേരല്ലേ ദൈവം വിളിക്കുന്നല്ലേ, എന്നൊക്കെയാണ് വിളിക്കുക. നന്ദി ഒരു വിവരക്കേടാ. ദൈവം നമുക്ക് നന്ദി പറയാൻ നമ്മളെന്തോ കടപ്പെട്ടിട്ടുണ്ടോ? ഒന്നുമില്ല. അതാ പഠിക്കണ്ടേ. ഈ മനുഷ്യൻ ഇന്ന് ഈ കർമ്മങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സാധനങ്ങൾ തന്നെ അവൻ സൃഷ്ടിച്ചെടുത്ത് അങ്ങോട്ട് വെച്ച് ആ ദൈവത്തെ പ്രീതിപ്പെടുത്തും. മനസ്സിലായില്ലേ? നമ്മൾ വാഴക്കൊലയെ കൊണ്ട് ചരച്ച് തരുമ്പോൾ ഓർക്കണം, ദൈവം സൃഷ്ടിച്ച് അതേ വസ്തു തന്നെ എടുത്തുകൊണ്ട് വന്ന് ദൈവത്തിന് കൊടുത്തേച്ച് അനുഗ്രഹിക്കപ്പെട്ടു പോവുക അല്ലേ? നമ്മളിന്ന് ദൈവം എന്തെങ്കിലും കൈപ്പറ്റും, നന്ദി പറയാം. അങ്ങനെ ചില അപൂർവ സന്ദർഭങ്ങൾ ബൈബിളിലുണ്ട് നന്ദി പറഞ്ഞ്. അത് പറയുമ്പോൾ നമ്മുടെ കർത്താവ് ഒരിക്കൽ ജെറുസലേമിലേക്കൊരു മഹാശക്തി പ്രകടനം, ആയിരക്കണക്കിന് ആളുകൾ യേശുവിനൊപ്പം ഒരു കഴുതപ്പുറത്താ പോവുക. അത് പ്രവചന നിവൃത്തിയാണ് സക്കറിയാവിൻ്റെ. ബേത്ത്ഭാഗയിൽ നിന്നുള്ള യാത്ര ജെറുസലേമിനെ ലക്ഷ്യമിട്ട് പോകുക. ധാരാളം മനുഷ്യർ ഒഴുകിയെത്തുക. ഫ്ലക്സ് ഇല്ല, ഇൻവിറ്റേഷൻ ലെറ്റർ ഇല്ല,
ഇതുപോലെ നമ്മൾ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത കാലമല്ലേ, എങ്കിലും 10,000-ങ്ങളാ. ഒരു ആത്മാർത്ഥ കൊണ്ട് ഒരുവനോട് ചോദിച്ചു, ചേട്ടാ എങ്ങനെ അറിഞ്ഞാ വന്നേ? അറിഞ്ഞു വരിക. എവിടുന്നാ വരുന്നേ? കാവർന്നൂമിൽ നിന്ന്. എന്താ വരാൻ കാരണം? നീ കേട്ടിട്ടില്ലേ ഒരു വീടിൻ്റെ മേൽക്കൂര പൊളിച്ച സംഭവം? അതെൻ്റെ വീടാ. ഞാനന്ന് കണ്ട സൗഖ്യത്തിന് കയ്യും കണക്കുണ്ടോ? അത് കണ്ട എനിക്ക് വരാതിരിക്കാൻ നോക്കൂ. അല്ല, നിങ്ങളെങ്ങനെ വന്നേ? ചെവി കേൾക്കാൻ പാടില്ല. ഈ ഗുരു കേൾവി തന്നു. അപ്പോൾ ഗുരുവിൻ്റെ ശക്തിപ്രകടനം നടക്കുന്നു. അവൻ യെരൂശലേമിലേക്ക് പോകുന്നു. ഒപ്പം കൂടാൻ തോന്നി. അടുത്തവൻ പറയും, എനിക്ക് കണ്ണില്ലായിരുന്നു, ഗുരു കാഴ്ച തന്നതാ, ആ ബലം കൊണ്ടായി നടക്കുന്നത്. അടുത്തവൻ പറയാ, ഞാനാ യായിറോസ്, എൻ്റെ മകളെ വിറപ്പിച്ചതാ. ശതാധിപൻ പറയുക, എൻ്റെ ദാസനെ സൗഖ്യമാക്കി. അങ്ങനെ യേശുവിങ്കൽ നിന്ന് ഉപകാരം കിട്ടിയ മനുഷ്യരുടെ ഒരു ജൈത്ര യാത്ര നടക്കുക. ജനം നടുങ്ങി. ആളുകൾ കരഘോഷത്തോടെ സ്വീകരിക്കുക, ഉച്ചത്തിൽ വിളിച്ചു പറയുക, ഹോസന്ന ഹോസന്ന. അവരുടെ മേൽവസ്ത്രം അങ്ങോട്ട് വിരിച്ച് ആ കഴുതയ്ക്ക് സഞ്ചരിക്കാൻ പാകത്തിന്, അതിൽ യേശുവിന് യാത്ര ചെയ്യാൻ പാകത്തിന് ആദരവോട് ഇട്ടുകൊടുക്കുക. യെരൂശലേമെങ്ങും നടുങ്ങി. അവിടെ കലാശക്കൊട്ട് പോലെ പത്രങ്ങളൊക്കെ പറഞ്ഞു, ഗംഭീര പ്രകടനം, ഉറപ്പാ. മണിക്കൂറുള്ള വ്യത്യാസത്തിലേ യേശു വിചാരണ ചെയ്യപ്പെട്ടു. 5 വിചാരണയ്ക്കൊടുവിൽ ഉത്തരവ് വന്നു. ക്രൂശിക്കാൻ ഉത്തരവ് വരുന്നു. ആ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ടൊരു നിർബന്ധമുണ്ട്. ക്രൂശിക്കാൻ നിയോഗിക്കപ്പെട്ടവൻ ക്രൂശ് എടുക്കണം. വ്യത്യാസം നമ്മൾ കഷ്ടാനുഭവാഴ്ചയെ കാണുന്നതിൽ നിന്ന്. ഈ തീയാകൃതിയിലെ കുരിശ് അപ്പാടെ തോളിലൊന്നും വെക്കണ്ട. ഈ ക്രോസ് ബാർ എടുത്താൽ മതി. ഇതിൻ്റെ ഷേപ്പ് പോലും അതല്ല, അതിരോ അല്ല, ഉരുണ്ട സാധന, തടിയാ. എന്തോ ഒരു നിർബന്ധമായി ഇങ്ങനെ കൊല്ലുന്ന മനുഷ്യന് ഇത്രയും വൃത്തിക്ക് കൊടുക്കണമെന്നും ഇല്ലല്ലോ. ഉരുണ്ട തടിയെടുത്ത് തോളിലേക്ക് വെച്ച് കയ്യിൽ കൂട്ടി കെട്ടുക. മറ്റേ തടി, അതിൻ്റെ പേര് സിംപ്ലക്സ് എന്നാ. ആ തടി അവിടെ കൊണ്ടുചെല്ലണം. രണ്ടും കൂടെ ഒരാൾക്ക് എടുക്കാൻ പറ്റില്ല. ഇത് ആണി അടിച്ചോ ആശാരിപ്പണി ഇതൊന്നും വൃത്തിയാക്കില്ല. ഇവ തമ്മിൽ കൂട്ടിക്കെട്ടുകയാണ്. കെട്ടാനുള്ള കയറ് ആദ്യം 2 കൈകളിൽ കൂട്ടിക്കെട്ടും. ഇത് അഴിച്ച് അവിടെ ചെന്ന് ക്രൂശാക്കി കെട്ടുക. പരുക്കൻ മരമാണ്. ഇതെടുത്ത് ഇങ്ങോട്ട് വെക്കുമ്പോഴേ ആ പരുക്കൻ മരത്തിൻ്റെ എന്താ പറയുക, ആ പരുക്കൻ അവസ്ഥ തോളിലേക്ക് വന്നിട്ട് തോളക്കം മുറിയാൻ തുടങ്ങും. സമയത്ത് ക്രൂശുമരണം നടക്കില്ലെന്ന് നിയുക്ത ഉദ്യോഗസ്ഥന് മനസ്സിലായി. അത് അയാളുടെ പേര് നടപടി വരും. റോമാ, നിയമങ്ങളുടെ രാജ്യമാ. അയാള് ആരെങ്കിലും കിട്ടുമോന്ന് അന്വേഷിക്കുക. അതിന് കൂലി കൊടുക്കാൻ പറഞ്ഞ റെഡിയാ. നിങ്ങൾ മാറിപ്പോവാ. കാരണം നാട്ടിൽ ഒരു അന്ധവിശ്വാസം ഉണ്ടാകും. ക്രൂശിക്കാൻ ഉത്തരവിട്ടവൻ്റെ ക്രൂശിൽ നമ്മൾ ആരെങ്കിലും തൊട്ടാൽ ശാപം വന്നിട്ട്, ഇത് ശാപമരമാ, ദണ്ഡന സ്തംഭമാ. അതിൽ നമ്മൾ തൊട്ടാൽ നമുക്കും ശാപം. വീട്ടിലൊരു ക്രൂശുമരണം ഉറപ്പാ. ആളുകൾ വെറുപ്പോടെ ഭയത്തോടെ മാറിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് വയലിൽ നിന്ന് കയറി വരുന്ന കുറേന്യക്കാരനായ ശിവ. അങ്ങനെ ചുമക്കാൻ നിർബന്ധമൊന്നുമില്ല. കാരണം അയാൾ വേറൊരുത്തൻ്റെ അടിമയാണ്. അയാൾക്ക് പറയാം, സാർ എൻ്റെ ആവശ്യമൊന്നും അല്ലിത്, എൻ്റെ യജമാനൻ വിളിക്കും, വില കൊടുത്ത് മേടിച്ച എന്നെ, യജമാനൻ്റെ പേര് ഇത് എൻ്റെ പുറത്ത് ഇങ്ങനെ കുത്തിയിട്ടുണ്ട്, അതാ എൻ്റെ യജമാനൻ. അതിന് 3 സുവിശേഷത്തിലും പറയുക, അവനെ വളരെ നിർബന്ധിച്ചു. ശരി, ക്രൂശെടുക്കാൻ വേണ്ടി വരിക. സ്ഥലമൊന്ന് കാണണേ. ധാരാളം പേരെ എന്ന് ക്രൂശിക്കുന്നുണ്ട്. ഈ ക്രൂശിക്കാൻ ഉത്തരവിട്ട് കഴിഞ്ഞാൽ ഇവർ പ്രത്യേക ഒരു ഭ്രാന്തമായ മാനസികാവസ്ഥയിലെത്തും. ഉദ്യോഗസ്ഥരെ ചീത്ത പറയും, ഏതായാലും മരിക്കുക. ഭരണകൂടത്തെ തെറി പറയും, ഒച്ചത്തിൽ ബഹളം ഉണ്ടാക്കും. നമ്മൾ കണ്ടില്ല, ചില പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ പോലീസുകാരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു, നാട്ടുകാരെ പത്രക്കാരെയൊക്കെ അടിക്കാൻ ശ്രമിക്കുന്നു. ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ്. ഇതിൻ്റെ മധ്യത്തിൽ ഇതൊക്കെ പ്രതീക്ഷിച്ച് ചെന്നവനൊരു കാഴ്ച കാണുക. തലയിൽ മുൾക്കിരീടം, മേലങ്കി, പുറത്ത് ചാട്ടവാറിൻ്റെ അടി. ഇതൊക്കെ ആയിട്ടും ആ മുഖത്തെ മന്ദസ്മിത ഒട്ടും തൂകിപ്പോകാതെ, സ്നേഹവായ്പ ഒട്ടും കുറയാതെ, ദയാവായ്പിന് അണുവിട വ്യത്യാസമില്ലാതെ, സഹാനുഭൂതിക്ക് കുറവില്ലാതെ ഒരുവൻ ഒപ്പം നടന്നു വരുന്നു. ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ എന്തൊരു തേജസ്, എന്തൊരു ആത്മാർത്ഥത. തൊട്ടടുത്തൊരുത്തൻ ബോർഡം പിടിച്ച് നിൽക്കുക, യേസൂസ് നാസറിൻ, നസ്രായനായ യേശു, യഹൂദന്മാരുടെ രാജാ. അന്നാദ്യമായി ശിമോന് മനസ്സിലായി, ഇതാണ് ഞാൻ കേട്ടറിഞ്ഞ യേശു. ശിമോന്റെ ഉള്ളിലൂടെ ഒരു മിന്നൽപ്പിണർ കടന്നുപോയി. യേശുവേ, മണിക്കൂറുകൾക്ക് മുമ്പല്ലേ, ദിവസങ്ങൾക്ക് മുമ്പല്ലേ നിന്റെ പിന്നാലെ
ഒരു വലിയ സൈന്യം, ആയിരക്കണക്കിന് മനുഷ്യർ യെരൂശലേമിൻ്റെ തെരുവീതിയെ അമ്പരപ്പിച്ചൊരു പ്രകടനം കടന്നുപോയത്. ഇന്ന് നീ ക്രൂശിക്കപ്പെടുമ്പോൾ നീ തനിച്ച്, ആരും ഒപ്പമില്ല. പക്ഷേ അങ്ങയെക്കുറിച്ച് ഒത്തിരി കേട്ടിട്ടുണ്ട്. ഈ ക്രൂശ് ഇവിടെ വെച്ചോളൂ. തോളിങ്ങനെ താഴ്ത്തി കൊടുത്തപ്പോൾ പടയാളി ക്രൂശെടുത്ത് അവൻ്റെ പുറത്തേക്ക് വെച്ച് കയർ കൊണ്ട് കൂട്ടിക്കെട്ടി അങ്ങോട്ട് നടത്തുക. ആ മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കി യേശു പറയാതെ, വാക്കുകൊണ്ടും മൊഴിയാതെ അവനൊരു നന്ദി പറഞ്ഞിട്ടു. അതാ ഞാൻ പറഞ്ഞേ, കൂട്ടുകാരാ, നന്ദി. ഞാനൊരു ചോദ്യം ചോദിച്ചു പിരിയാം. 5 അപ്പം തന്നപ്പോൾ ഒരു പീസ് കഴിച്ചതാണോ, ക്രൂശ് ചുമന്നതാണോ സുഖം? ആർപ്പ് വിളിക്കൊപ്പം നിന്ന് ഹോസന്ന പാടിയതാണോ സുഖം? അങ്ങയുടെ ക്രൂശ് ഇവിടേക്ക് വെക്ക്, ഇത് പറയുന്നതാണോ സുഖം? എൻ്റെ ദാസന്മാരെ, നിങ്ങളുടെ തോളിലൊരു പാട് കാണാം. നമ്മുടെ പിതാവ്, നമ്മുടെ മാതാവ് അത്തയുടെ യാമങ്ങളിൽ പ്രാർത്ഥിച്ചെടുത്ത കുരിശിൻ്റെ തഴമ്പ്, ആ തഴമ്പിൻ്റെ ആനുകൂല്യം കൈപ്പറ്റിയ നമ്മളിവിടെ ഇരിക്കുന്നേ. കഴിവും പ്രാപ്തിയുമല്ല നിങ്ങളിവിടെ വന്നതേ, ആത്മാവിലെ ദാരിദ്ര്യം പരിഹരിക്കാൻ രാവെളുക്കുവോളം മുഴങ്കാലിരുന്നൊരമ്മ, ഒരപ്പൻ ഈ പുസ്തകം നമ്മുടെ മക്കളിലേക്ക് വരമേൽപ്പിച്ച ചില അഭിഷിക്തന്മാരുടെ കഷ്ടപ്പാടിന്റെ ആനുകൂല്യത്തിൽ ആത്മാവിലെ ദാരിദ്ര്യം പരിഹരിക്കാൻ അന്നിറങ്ങിത്തിരിച്ച ഈ ശിമോനെ പോലെ ഈ ക്രൂശ് ചുമക്കാൻ ഭാഗ്യസിദ്ധിച്ചവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരെ നോക്കി പറയാ, രോഗശാന്തി കിട്ടിയവരല്ല ഭാഗ്യവാന്മാർ, ഉയർപ്പ് ലഭിച്ചവരല്ല ഭാഗ്യവാന്മാർ, 5 അപ്പം ഭക്ഷിച്ചവരല്ല ഭാഗ്യവാന്മാർ. നിലനിൽക്കുന്ന ഭാഗ്യം ഈ ക്രൂശ് ചുമന്നതാ. ആ ഭാഗ്യത്തിന് തത്തുല്യമായി മറ്റൊന്നുമില്ലെങ്കിൽ ഇന്ന് രാത്രി പിരിയുമ്പോൾ ഈ ഭാഗ്യത്തിന്റെ ഒരളവ് അടിയനും എന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഞാൻ കാണുക, യേശു എന്നതിഞ്ഞ് വാങ്ങി നശിപ്പിച്ചു. കൂട്ടുകാരാ, പത്രോസും യോഹന്നാനും അന്ത്രയോസും ഒക്കെ എടുക്കണ്ട, അവരാ ഇടിച്ചു നിന്നേ. അവർക്കാ ഞാൻ വാരിക്കൊടുത്തേ, ആ വീട്ടിലാ ഞാൻ സൗഖ്യം വരുത്തിയേ. നിനക്കൊന്നും ഞാൻ തന്നിട്ടില്ല, നിന്നെ ഞാൻ കണ്ടിട്ടില്ല, നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല. എന്നെയും നിന്നെയും തമ്മിലടിപ്പിച്ച, ഒരുമിച്ച് കൂട്ടിയൊരു യാഥാർത്ഥ്യമുണ്ട്. നിനക്ക് വേണ്ടി കൂടിയാ ഞാൻ വന്നത്. എന്നെയും എന്നെയും ഒരുമിച്ച് കൂട്ടിയ ആ യാഥാർത്ഥ്യത്തിന്റെ പേരാ കൃപ. ആ കൃപയാണ് നിന്നെ കൊണ്ട് ഈ ക്രൂശ് ചുമപ്പിച്ചത്. ഇതേ ഒരു കുറവല്ല, ഇത് നിന്റെ ശക്തിയാണെന്ന് നിനക്കൊരു ദിവസം ബോധ്യം വരും. കൂട്ടുകാരാ, ഭക്ഷണം കഴിച്ചവനേക്കാൾ, കോടികൾ വെട്ടിപ്പിടിച്ചവനേക്കാൾ, മണിമന്ദിരങ്ങൾ ഉണ്ടാക്കിയവനേക്കാൾ ശക്തി ക്രൂശ് ചുമന്നവനാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, അവർക്ക് ഉള്ളതാ എൻ്റെ രാജ്യം. അയാൾ വീട്ടിൽ ചെന്നു, പുറത്ത് വേദനയുണ്ട്. ഭാര്യ ഓടിയെത്തി. എന്തേ, യജമാനൻ തല്ലിയോ? അതൊക്കെ സ്ഥിരമുള്ളതാ. ചൂട് പിടിച്ച് കാണും. മക്കൾ 2 അടുത്ത് വന്ന് കയ്യും കാലും ഒക്കെ തിരുമ്മി കൊടുത്തു കാണും. അങ്ങനെ ഇരിക്കുമ്പോൾ അയാൾ മക്കൾ ഈ മുഖത്തേക്ക് നോക്കി, തല്ലിയ യജമാനനെ പലപ്പോഴും ഇവർ ഓർക്കും. പക്ഷെ ഇന്ന് അപ്പൻ്റെ മുഖത്ത് പ്രതികാരബോധമില്ല, പ്രതിഷേധമില്ല. എന്നിട്ട് പറയാ, യജമാനെ ഒന്നും ചെയ്തില്ല. ഭാര്യ പറഞ്ഞ അങ്ങനല്ല, അവരുടെ മുഖത്ത് പതിവില്ലാത്ത ഒരു മുറിവ്, ഒരു പരുക്കൻ പാട്, എന്തോ വച്ച് നിങ്ങളെ ഉപദ്രവിച്ചു. ഈ മനുഷ്യൻ പറയും, നോക്കടി, തോറ്റു തുന്നം പാടിയൊരു പരാജിതൻ്റെ, അടികൊണ്ട് ക്ഷീണിച്ച ഒരുവൻ്റെ മുഖഭാഷയല്ലല്ലോ എനിക്ക്. ജയാളിയുടെ മുഖം, ക്രൂശ് ചുമന്നവൻ്റെ മുഖം ജയാളിയുടേതാണ്. ഏത് ദാരിദ്ര്യത്തിലും അവൻ ജയമെടുത്തവനാ. ലോകം മുഴുവൻ പരാജയമെന്ന് പറയുമ്പോഴും അവന് മാത്രമുണ്ടൊരു ജയം. ഒറ്റപ്പെടുമ്പോഴും അവന് മാത്രമുണ്ടൊരു ജയം. മുറിവേൽക്കുമ്പോഴും ചാട്ടക്കടി വാങ്ങുമ്പോഴും അവന് മാത്രമുണ്ടൊരു ജയം. പറഞ്ഞു, ഞാനേ ഒരുവന്റെ കുരിശ് ചുമന്നു. ആരുടെ കുരിശ? നസ്രായനായ യേശു എന്ന ഗുരുവിൻ്റെ. അവളും കേട്ടിട്ടുണ്ടത്. ആ കുടുംബം പറഞ്ഞു, പാപം വരട്ടെ, മക്കൾ ക്രൂശിക്കപ്പെടട്ടെ, ഒരു നല്ല കാര്യമല്ലേ ചെയ്തേ. ഞങ്ങളുണ്ടൊപ്പം, ഏത് ത്യാഗത്തിലും ഞങ്ങളുണ്ടൊപ്പം. ക്രൂശ് ചുമന്നവരെ നോക്കി നമുക്കും പറയാം,
ഞങ്ങളുണ്ട്. ഇപ്പം പല കുറവുകളുണ്ട് അവർക്ക്. ഈ കൺവെൻഷൻ നടത്തുന്ന സഭയ്ക്ക് ഒത്തിരി പരിമിതിയുണ്ട്. ഡിസ്ട്രിക്ട് പാസ്റ്റർക്ക് ഒത്തിരി കുറവുണ്ട്, സഹപ്രവർത്തകർക്ക് കുറവുണ്ട്, എനിക്ക് കുറവുണ്ട്. ക്രൂശ് ചുമന്നു എന്ന ഒറ്റ കാരണത്താൽ നമുക്ക് പറയാം, ഒപ്പമുണ്ട് ഞങ്ങൾ, താങ്കൾ തനിച്ചല്ല, പ്രാർത്ഥനയുടെ ആത്മാവിൽ ഞങ്ങൾ കൂടെയുണ്ട്. എങ്ങും ഒറ്റപ്പെട്ടു പോകണ്ട. 1600 ആളുകൾ സമശിഷ്ടങ്ങൾ ജയിലിൽ കിടക്കുമ്പോൾ ആത്മാവിന്റെ എരിവോടെ പറയണം, നിങ്ങൾ തനിച്ചല്ല, പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ, ആരാധിക്കുന്ന ഞങ്ങൾ, ആത്മനിറവുള്ള ഞങ്ങൾ ഒപ്പമുണ്ട്, അങ്ങ് തനിച്ചല്ല, ഞങ്ങളുമുണ്ട് കൂടെ. കാലമേറെ കഴിഞ്ഞു. 2 മക്കളുണ്ടല്ലോ. ഒരുത്തൻ്റെ പേര് രൂപോസ്. അവൻ ആരായി എന്നറിയണ്ടേ? അലക്സാണ്ടറും രൂപോസും ചരിത്ര പ്രസിദ്ധമായ എഫെസോസ് സഭയുടെ പരമാധ്യക്ഷനായി മാറി. അവനെ വിളിച്ചുകൊണ്ട് പൗലോസ് പറയാ, കർത്താവിൽ പ്രസിദ്ധനായ രൂപോസ്, എൻ്റെ അമ്മയായ എൻ്റെ അമ്മയ്ക്കും വന്ദനം പറവീ. രൂപോസ്, താങ്കൾ എങ്ങനെ പരമാധ്യക്ഷനായേ? സെമിനാരി പഠിച്ചോ? തീസിസ് എഴുതിയോ? PhD എടുത്തോ? ഞാൻ പറയും, ഒന്നുമില്ല. ഇതൊന്നുമല്ല എന്നെ ഇവിടെ എത്തിച്ചത്. എൻ്റെ അപ്പൻ ഒരിക്കൽ ക്രൂശ് എടുത്തു. അല്ല എങ്കിൽ അതേ വയലിൽ ഞാനും പണിയെടുത്ത് ചോര തൊപ്പി മരിക്കേണ്ടവനാ. എന്നെ മാറ്റിമറിച്ചത് യേശുവിൻ്റെ ക്രൂശാ. ആത്മാവിൽ ദരിദ്രരായ ഒരു ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഇന്നിവിടുന്ന് പിരിയുമ്പോൾ നമ്മൾ നിരന്തരം കേട്ട പോലെ ദൈവത്തിങ്കിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പിടിച്ചെടുക്കുന്ന ഒരു ജാലവിദ്യ പോലെ വിശ്വാസത്തെ മാറ്റാതെ നമുക്ക് പറയാം, അതാ അങ്ങയ്ക്കായി ജീവകാലത്ത് ഒരിക്കലെങ്കിലും ക്രൂശ് ചുമക്കണം. പ്രായം തടസ്സമല്ല, ജീവിത പശ്ചാത്തലം തടസ്സമല്ല. എനിക്കെൻ്റെ യേശുവിൻ്റെ ക്രൂശ് ചുമക്കണം. ആ ക്രൂശിൻ്റെ സാക്ഷിയാകണം. ആ ക്രൂശിന് വേണ്ടി എരിഞ്ഞടങ്ങണം. ആഗ്രഹിക്കുന്നു. എല്ലാം ദൈവമക്കളാ, എനിക്കറിയാം. എങ്കിലും ക്രൂശിൻ്റെ മുമ്പിൽ ഒരു ആത്മസമർപ്പണത്തിന് ആർക്ക് മനസ്സുണ്ട്? ഞാൻ ആത്മാവിലൊരു ദരിദ്രൻ, പക്ഷെ എനിക്കൊരു വില്ലിങ്നെസ് ഉണ്ട്, എനിക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഞാൻ ഈ ക്രൂശ് ചുമക്കും, യേശുവിന് വേണ്ടി നിൽക്കും. ഈ തോളിതാ യേശുവിന്, ഈ ഹൃദയം ഇതാ യേശുവിന്, ഈ കരങ്ങളിതാ ആത്മനാഥന്. ആ സമർപ്പണം ചെയ്തവർ മാത്രം ഉയർത്തിയട്ടെ. നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകുന്നു. കരമുയർത്തുന്നു. God bless you brother. God bless you brother. God bless you. God bless you sister. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഞാനൊരു വാക്കിൽ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനെ, ഈ രാത്രി ആത്മസമർപ്പണം ചെയ്ത അങ്ങയുടെ മക്കളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. തിരുകൃപ ഞങ്ങളെ പ്രചോദിപ്പിച്ചയക്കണം. ഞങ്ങൾ കേട്ട വചനം വിടുതലിനും അനുഗ്രഹത്തിന് ഹേതുവാകണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ എല്ലാവർക്കും വന്ദനം. കർത്താവി വചനം.